ഇന്നത്തെ നമ്മുടെ ഇൻട്രോയ്ക്ക് വളരെ പ്രത്യേകതയുണ്ട്. നമ്മളൊരു പ്രസംഗത്തോടുകൂടിയാണ് ഇന്നത്തെ വീഡിയോ തുടങ്ങാൻ പോകുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പലരും മൈക്ക് കിട്ടിയതിനു ശേഷം എന്താണ് മൈക്ക് കൈവിട്ട് കൊടുക്കാത്തത് എന്നുള്ളത് അല്ലേ. നോക്കൂ, നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളം പള്ളിമുക്ക്. നമ്മുടെ കടയുടെ പേര് മോഡേൺ ഇലക്ട്രോണിക്സ്. നോക്കൂ, അതായത് ഞങ്ങൾ ഇവിടെ വരാനുള്ള കാരണം വളരെ തുച്ഛമായ വിലയ്ക്ക് നമുക്ക് ഇലക്ട്രോണിക് സാധനങ്ങൾ മേടിക്കാൻ പറ്റിയ ഒരു ഷോപ്പിലല്ല നമ്മളിപ്പോൾ നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ വന്ന സാധനങ്ങളൊക്കെ മേടിച്ച് വീഡിയോ ഇട്ടിരുന്നു. എങ്കിലും ഞങ്ങൾ ഒന്നും കൂടെ വന്നു, കാരണം കുറെ പേർക്ക് ഇതിന്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് വേണമെന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ? ഇനി മൈക്ക് ഓഫ് ആക്കിക്കോ, ഇല്ലേ കമന്റ് രൂപത്തിൽ അഭിപ്രായങ്ങൾ ഞാൻ കേൾക്കേണ്ടി വരും. നോക്കൂ, ഫൈനലി ഞാൻ ഇത്ര നേരം വരെ ഈ കാണുന്ന മൈക്കിലൂടെയാണ് സഞ്ചരിച്ചതല്ല. അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളം പള്ളിമുക്കിലാണ്. കഴിഞ്ഞ ദിവസം ഈ ഒരു ഷോപ്പിനെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തപ്പം കുറെ പേര് ചോദിച്ചിരുന്നു, അതായത് ഏതാണ് ഷോപ്പ്, എങ്ങനെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന്. കാരണം കുറെ ആൾക്കാർ ഇലക്ട്രോണിക്കൽ സാധനം സംബന്ധമായിട്ടുള്ള സംഭവങ്ങൾ എപ്പോഴും അന്വേഷിച്ച് നടക്കുന്നതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ എറണാകുളത്ത് പള്ളിമുക്കുള്ള ഈ ഷോപ്പ്. ഹോൾസെയിൽ ഷോപ്പാണ്. അതായത് നമുക്ക് ഹോൾസെയിൽ റേറ്റിൽ സാധനങ്ങൾ കിട്ടും. കടക്കാർക്ക് പർച്ചേസ് ചെയ്യാനാണെങ്കിലും ഇനിയിപ്പോൾ നമുക്ക് സിംഗിൾ ആയിട്ട് വന്ന് പർച്ചേസ് ചെയ്യാനാണെങ്കിലും വളരെ സുഖമാണ്. ഇവിടെ ഇലക്ട്രോണിക്കൽ സാധനങ്ങൾ ഏറ്റവും മുതൽ ഇസഡ് വരെ കിട്ടുന്ന ഒരു കടയാണ് ഈ കട. അതായത് നമുക്ക് ചേട്ടനെ പരിചയപ്പെടാം. പേര് മനോജ് ആണ് ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ തുടങ്ങാം. ഇവിടെ സെബ്രോണിക്സിന്റെ ഓൾ ഐറ്റംസ്, അതായത് സെബ്രോണിക്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ സ്പീക്കർ, പിന്നെ പ്രൊജക്ടർ, പിന്നെ അതേപോലെ സൗണ്ട് ബാർ, ഈ കാണുന്ന സംഭവങ്ങളൊക്കെ ഇവിടെ കിട്ടും. നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം കേട്ടോ. അതായത് ഇത് കേട്ടോ, ഈ കാണുന്ന സെബ്രോണിക്സിന്റെ ഡോൾബി അല്ലേ, ഇത് ഡോൾബി ഇല്ലാത്ത സൈസ് മോഡല് സൗണ്ട് ബാറും അതിന്റെ സബും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ കുറെ ടൈപ്പ് ഉണ്ട്. അതായത് ചെറിയ പൈസയുടെ മുതല് വലിയ പൈസയുടെ വരെ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഇതുണ്ടോ, ഈ കാണുന്നൊക്കെ സൗണ്ട് ബാർ, ഇതിനൊക്കെ ഏകദേശം എത്ര വരും? 2500 രൂപയുടെ കിഡിലൻ ഇതാട്ടോ സൗണ്ട് ബാർ. 2500 സെബ്രോണിക്സിന്റെ ഏതാണ്ട് 30 വാട്ട്, 15 വാട്ട് പ്ലസ് 15 അങ്ങനെ പറയുമ്പോഴേക്കാ 4 സ്പീക്കറുള്ള സാധനമാണ്. 2500 രൂപയുടെ സൗണ്ട് ബാർ ആണ്. ബേസിക് സാധനമാണ്. ഗൈസ്, നമ്മളിവിടെ വന്നത് മെയിൻ ആയിട്ട് വന്ന് വേറെ കുറെ കാര്യങ്ങൾ കാണിക്കാനാണ്. അതിന് മുമ്പ് കുറച്ച് സംഭവങ്ങൾ കാണിച്ചു തരാം. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ട്രാവലിലേക്ക് സ്പീക്കർ, പിന്നെ അതുപോലെ ലൈറ്റുകള്, പിന്നെ അതേപോലെ തന്നെ കുറച്ച് സംഭവങ്ങള് സാധനങ്ങളൊക്കെ മേടിച്ചത് ഈ കാണുന്ന കടയിൽ നിന്നാണ്. അതായത് ഇവിടെ ഉണ്ടല്ലോ നമുക്ക് സ്റ്റാർട്ടിങ് എത്ര രൂപയുണ്ട് ഹോം തിയേറ്റർ? 1800 രൂപ മുതൽ ഇവിടെ ഹോം തിയേറ്റർ സ്റ്റാർട്ടിങ്. അത് ലിബറിന്റെ ആണ്. ഇതാണോ എന്തിയെ സാധനങ്ങൾ വരട്ടെ പിടിക്കൂ. ഈ കാണുന്ന സാധനം, അതായത് എത്രയത് 1800 രൂപയുടെ സാധനം. അത് ഇപ്പം പറയുന്നതാണ്, നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ കുറച്ച് കിട്ടും. അതായത് നമ്മൾ പറയുമ്പോൾ റേറ്റ് വരും, നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ അല്ലേ. അതാണ് നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാലാണ് അതിന്റെ യഥാർത്ഥ റേറ്റ്. നിങ്ങൾ ഹോൾസെയിൽ റേറ്റിൽ നിങ്ങൾക്ക് നല്ല പൈസ ഇവിടെ സാധനം കിട്ടും. ഇപ്പൊ നിങ്ങൾ അല്ലാതെ തന്നെ വന്ന് മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പൈസ സാധനം കിട്ടും. ഇത് 5.1 സ്പീക്കറുകൾ, സർവീസ് ഉണ്ടല്ലോ, ആഫ്റ്റർ സർവീസ് പ്രൊഡക്റ്റ് മേടിച്ചിട്ടുണ്ടെങ്കിൽ 1 വർഷം ഗ്യാരണ്ടി കൊടുക്കും, 2 വർഷം ഗ്യാരണ്ടി കൊടുക്കും. കഴിഞ്ഞിട്ട് 2 വർഷം 3 വർഷം കഴിഞ്ഞിട്ട് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ സർവീസ് ശരിയാക്കി തരും. നോക്കുക, അതായത് വാറണ്ടി ഉണ്ട് ഇവിടുന്ന് മേടിക്കുന്ന സാധനത്തിന്. അപ്പൊ ഇവിടുന്ന് മേടിക്കുന്ന സാധനത്തിന് വാറണ്ടി ഉള്ളതിനാല് നമ്മൾ എന്ത് ചെയ്യും, അതായത് 2 വർഷം കഴിഞ്ഞ് ഇപ്പൊ 2 വർഷമായിരിക്കും വാറണ്ടി. അതിന് ശേഷം പിന്നെ സാധനങ്ങൾക്ക് കംപ്ലൈന്റ് വന്നാൽ മറ്റുള്ള ഷോപ്പുകാരൊക്കെ ചിലപ്പോൾ അതിനെ നമ്മൾ മാക്സിമം ചെയ്ത് കൊടുക്കും. അതായത് അവരുടെ പൈസ നഷ്ടപ്പെടാത്ത രീതിയിൽ ആ സാധനം റെഡിയാക്കി കൊടുക്കും. ഈ കാണുന്ന ട്രോളിക്ക് സെബ്രോണിക്സിന്റെ 18 രൂപ വരുന്നതാണ്. മൈക്ക് വിത്ത് ആമ്പ്, ഔട്ട്ഡോർ യൂണിറ്റിന് പറ്റിയതാണ്. ഇതിന്റെ മൈക്കിന് പ്രത്യേകത, സാധാരണ പറഞ്ഞ മൈക്ക് ഇതാണ്. ഈ കാണുന്ന അത്യാവശ്യം ക്വാളിറ്റി ഉള്ള മൈക്കാട്ടെ. ഈ ഔട്ട്ഡോർ പരിപാടിക്കൊക്കെ പറ്റിയ സാധനമാണ്. ഇതൊക്കെ ഈ കമ്പനി ലിമോറിന്റെ. ഇതൊക്കെ സ്റ്റാർട്ടിങ് എത്ര? 8 രൂപ റേഞ്ചിലുള്ള സാധനം. ഏതാ? ഇതൊക്കെ 2000 രൂപ താഴെ വരും. 2000 രൂപ താഴെ വിത്ത് മൈക്ക്. അതേപോലെ തന്നെയല്ലോ, ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഏറ്റവും കൂടുതൽ കാണിച്ചാണ് ഈ കാണുന്ന ഔട്ട്ഡോർ യൂണിറ്റിന് വെക്കാൻ പറ്റിയ ഒരു ഗംഭീര സാധനം കേട്ടോ. അതായത് ഇതിനെക്കുറിച്ച് പറയാൻ വാക്കുകളില്ല. ഇതിന്റെ ഔട്ട്പുട്ട് ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിച്ചു തരാം. കഴിഞ്ഞ വീഡിയോ ഞാൻ കേൾപ്പിച്ചാണ്. ഞാൻ ഇപ്പോൾ ഒന്ന് ഇതിന്റെ ഔട്ട്പുട്ട് ഇതിന്റെ കൺസോളൊക്കെ ഉണ്ട്. അതായത് പ്രൊഫഷണൽ സംഭവം ഇരിക്കുന്ന പോലെയാണ് ഇതിന്റെ കൺസോളും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടോ. അത്രയും സെറ്റപ്പാണ്. ഞാനിപ്പോൾ ഇതിന്റെ അത് പാട്ട് കേൾപ്പിച്ചു തരാം കേട്ടോ. ഗൈസ് നോക്കൂ, നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ഷോപ്പിന്റെ ഔട്ട് സൈഡിലാണ്. അതായത് ഈ കാണുന്നതാണ് ഷോപ്പ്.
ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഷോപ്പുകളുണ്ട്. ഇന്ന് സൺഡേ ആണ്. സൺഡേ ആയതുകൊണ്ട് ഇന്ന് കടകളൊക്കെ അവധിയാണ്. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ഇതുണ്ടോ, ഈ കാണുന്ന സ്പീക്കറുകൾ, പിന്നെ അതേപോലെ തന്നെ സെബ്രോണിക്സിന്റെ ഇതുണ്ടോ, ഔട്ട്ഡോർ ഉപയോഗിക്കുന്നില്ല, പാർട്ടി സ്പീക്കർ സംഭവങ്ങൾ. പിന്നെ അതേപോലെ ഇതുണ്ടോ, ഈ കാണുന്ന കെൻവുഡിന്റെ സംഭവം നമുക്ക് എല്ലാ സ്ഥലത്തും ഒന്നും കിട്ടിയില്ല. കെൻവുഡ്, ഇൻഫിനിറ്റി, പിന്നെ അതുപോലെ JBL, പിന്നെ അതേപോലെ തന്നെ ഈ കാണുന്ന F&D, അതിന്റെ ഒക്കെ സൗണ്ട് സംഭവങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ സാധനത്തിന്റെ ഔട്ട് ചെയ്തിട്ട് കേട്ടോ ഞെട്ടിപ്പോ വെച്ചോ, കീച്ചിക്കോ, നല്ല സൗണ്ട് കീച്ചിക്കോ. ഭൂലോകം പായുന്നേ കാണാമറയത്തെന്നും ഈ നെഞ്ചം തീരം തേടുന്നേ ഇടനെഞ്ചം തീരം തേടി മഴവില്ലായി മാറും നേരം ആരാരും. ഗൈസ് നോക്കൂ, അതായത് നമുക്ക് പെട്ടെന്ന് ഒരു ഔട്ട്ഡോർ യൂണിറ്റ് പരിപാടിക്ക് വേണ്ടി കൊണ്ടുപോകാൻ പറ്റിയ ഒരു സ്പീക്കറാണ്. പാർട്ടി സ്പീക്കർ അല്ല, ഇതൊരു പ്രൊഫഷണൽ ടൈപ്പ് സ്പീക്കറാണ്. അതായത് നമ്മളിപ്പോ ഇതേപോലത്തെ ഒരു സ്പീക്കറോ അല്ലെങ്കിൽ നമ്മളെന്താ പറയാ, ഇതേപോലത്തെ ഒരു സംഭവമോ കാര്യങ്ങളോ അല്ല. ഇത് ഇങ്ങോട്ട് വന്ന് ഈ കാണുന്ന സംഭവം പോലത്തെ സംഭവം അല്ല. അത് ഇതെന്ന് പറയുമ്പോൾ നമ്മളൊരു പ്രൊഫഷണൽ രീതിയിലുള്ള പ്രൊഫഷണൽ ടച്ചുള്ള ഒരു സംഭവമാണ് ഈ കാണുന്നത്. നമുക്ക് കറണ്ടിൽ കുത്തി ഉപയോഗിക്കാം. അതുപോലെ 4 മണിക്കൂർ നമുക്ക് ഔട്ട്ഡോർ പിന്നെ ഈ കാണുന്ന സംഭവം ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും, അതായത് നമുക്ക് ഈ കാണുന്ന 4 മണിക്കൂറോളം കറണ്ട് ഉപയോഗിക്കാതെ തന്നെ ബാറ്ററി ചാർജ് ഇതുണ്ടോ. ഇതിപ്പോ നമ്മുടെ ഫ്രണ്ട് ഇതിങ്ങനെയാണ് ഈ സാധനം വന്നാക്കുന്നത്. ഇതുണ്ടോ, ഇതിങ്ങനെ മടക്കി, അതായത് പ്രൊഫഷണൽ സ്പീക്കർ മടക്കുന്ന പോലെ ഇത് കണ്ടോ, ഇതിങ്ങനെ മടക്കി ഇത് ഇങ്ങനെ സെറ്റ് ചെയ്യാം. ഇതുണ്ടോ, ഇതാണ് ഇതിന്റെ പ്രത്യേകത. ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്, പക്ഷേ ഇതിന് അതിനനുസരിച്ച് ക്വാളിറ്റി ഇതുണ്ട്, മെറ്റീരിയൽ ഒക്കെ ഉണ്ടോ, അത്യാവശ്യം സ്റ്റാൻഡേർഡ് സെറ്റപ്പ് ഇതുണ്ട്. ഈ കാണുന്ന ഇങ്ങോട്ട് നോക്കി, അത്യാവശ്യം സ്റ്റാൻഡേർഡ് സെറ്റപ്പ് ഉള്ള സാധനമാണ് ഈ കാണുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് ഞാൻ പറയണമെന്നുണ്ട്. ഇത് മേടിക്കുന്നവർക്ക് അത്യാവശ്യം ഉപകാരപ്പെടും കേട്ടോ. ഔട്ട്ഡോറിന് വേണ്ടി ഒരു ചെറിയ പരിപാടിയൊക്കെ സെറ്റപ്പ് അത്യാവശ്യം നല്ല സൗണ്ട് കിട്ടും കേട്ടോ. ഈ കാണുന്നത് ലിമോർ എന്ന് പറഞ്ഞ കമ്പനിയില് ലിമോറിന്റെ 55 ഇഞ്ച് QLED TV ആണ്. ഈ കാണുന്ന TV എത്ര രൂപയ്ക്ക് കൊടുക്കാം? അത് മാക്സിമം നല്ല റേറ്റിൽ കൊടുക്കാം. സാധാരണ വിൽക്കുന്ന റേറ്റ് ഒക്കെ ആയിട്ട് നിങ്ങൾ കണ്ടുവരുന്നവർക്ക് സ്പെഷ്യൽ റേറ്റ്. ഗൈസ് നോക്കൂ, നമ്മുടെ വീഡിയോ കണ്ട് ഈ കാണുന്ന TV എടുക്കാൻ വരുന്നവർക്ക് ഇവിടെ കൊടുക്കുന്നതിൽ നല്ലൊരു തുകയ്ക്ക്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പൊ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് വന്ന് ട്രാവൽ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചു ചോദിക്കാം ഈ TV എത്ര രൂപയ്ക്ക് വരും. 55 ഇഞ്ച് QLED ഒറിജിനൽ പാനൽ A ഗ്രേഡ് അല്ലേ, ഗൂഗിൾ TV ആണ്. അത് മാത്രമല്ല സർട്ടിഫൈഡ് ഗൂഗിൾ TV. അപ്പൊ നിങ്ങൾക്ക് ഇതുണ്ട്, നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാനുള്ള ട്രാവലിന്റെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഈ കാണുന്ന ഏത് സാധനം ആയിക്കോട്ടെ, നിങ്ങൾ ഈ സൈഡിലെ നമ്പർ വിളിക്കാം, പുള്ളിനെ വിളിക്കാം, എന്ത് റേറ്റ് തരും എന്ന് ചോദിച്ചു ഉറപ്പിച്ചിട്ട് വരിക അല്ലെ. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ട്രാവലിന്റെ ഒരു വിഷയം വരുന്നില്ല അല്ലെ. പിന്നെ ഗ്യാരണ്ടി പറയണ കൂടാണ്ട് ഗ്യാരണ്ടി കഴിഞ്ഞിട്ട് എന്ത് വിഷയം വന്നാലും നമ്മൾ സർവീസും കാര്യങ്ങളും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. ഗൈസ് നോക്കുക, ഏതാണ്ട് 18 വർഷം അല്ലെ, 18-19 വർഷമായി ഈ കാണുന്ന ഷോപ്പ് ഇവിടെ പ്രവർത്തിക്കുന്നു. എറണാകുളത്തുള്ള ഒട്ടുമിക്ക ആൾക്കാരും ഹോൾസെയിലും അതുപോലെ റീറ്റെയിൽ ആയിട്ടൊക്കെ ഇവിടെ നിന്നാണ് സാധനങ്ങൾ എടുക്കുന്നത്. ഇനി നമ്മൾ വന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പോലുള്ള വണ്ടിപ്രാന്തന്മാർക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ. കമ്പാൻ ഇങ്ങോട്ട് ഒരു കുട്ടികളെ ഗൈസ് നോക്കൂ, അതായത് ഇവിടെ മുതൽ അങ്ങോട്ട് തുടങ്ങാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പിന്നെ ഇന്ന് വരാനുള്ള മെയിൻ കാരണം ഇത് ഞാൻ കഴിഞ്ഞ ദിവസം മേടിച്ചാണ്. എന്നിട്ട് ഇതെനിക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, കൊണ്ടുപോകാൻ പറ്റില്ല, മറന്നുപോയി. അപ്പൊ ഇത് തുറക്കാൻ നേരത്ത് ഇത് ഏതൊരു വണ്ടികളും ഒരു ചെറിയ കാർ മുതൽ വലിയ പ്രീമിയം കാർ വരെ ഉള്ളവർ, പ്രീമിയം കാറിലൊക്കെ റെക്കോർഡ് ഉണ്ടായിക്കാം ആണോ, ഇൻബിൽറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഇല്ലല്ലോ, ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ആക്ക് വരെ അത്യാവശ്യമുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നത്. ഇതിന് ഏതാണ്ട് പിന്നെ വലിയ തുകയൊന്നുമില്ല, നിങ്ങൾ ഇവിടെ വന്ന് നല്ല നിസാര കാശ് കിട്ടും. ഇത് നമ്മുടെ വണ്ടിയുടെ ഡാഷ് ബോർഡ് അല്ല, നമ്മുടെ മിററില്ലേ, മിറർ വെക്കുന്നതാണ്. ഇത് നോക്കിയേ, ഇതിന്റെ ഫ്രണ്ടും ക്യാമറയുണ്ട്, അതേപോലെ തന്നെ ഇത് ക്യാബിനിലേക്കും, അതായത് ഇതെങ്ങനെയൊക്കെ നീട്ടാൻ പറ്റുമോ, അതുകൊണ്ടോ ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് ഫ്രണ്ട് ക്യാമറ, ഇതേപോലെ തന്നെ ഇത് മറ്റേ ക്യാബിൻ ക്യാമറ. ഈ കാണുന്ന സാധനം നമ്മുടെ വണ്ടി വെക്കും ഉപകാരം. നമ്മുടെ വണ്ടി ഏതെങ്കിലും രീതിയിലുള്ള ഒരു ചെറിയ അപകടത്തിൽ പറ്റാൻ നേരത്ത് നമ്മുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ ഈ സാധനം ഉപയോഗിച്ച് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. റിവേഴ്സ് ഇൻബിൽറ്റ് ആയിട്ട്, അതായത് 24 മണിക്കൂർ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് കഴിഞ്ഞ് റെക്കോർഡ് ആയിരിക്കും. 3 ക്യാമറ. സോറി കേട്ടോ, ഞാൻ പറയാൻ പറഞ്ഞത് ഈ കാണുന്നത് ഇത് ബേക്ക് റിവേഴ്സ് ക്യാമറയാണ്, ഫ്രണ്ട് ക്യാബിൻ റിവേഴ്സ്. ഇതിന്റെ സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ ഇതൊരു SD കാർഡിലേക്കാണ് ഇടുന്നത്. ആ SD കാർഡ് നിങ്ങൾ എത്ര ഇടുന്നോ അതിനനുസരിച്ചാണ് ഇതിന്റെ സ്റ്റോറേജ്. ഇനി ഒരു കേസ് ഞാൻ പറയാം, ഇത് ചിലപ്പോൾ ഇതിന്റെ വില ഞാൻ പറയുന്നില്ല, കാരണം നമുക്ക് അങ്ങനെ ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം ഇത് നിങ്ങൾക്ക് ഇവിടെ വരാൻ നേരത്തെ അതിന്റെ റേറ്റ് മനസ്സിലാവും, അല്ലെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന നമ്പർ വിളിച്ചു വെച്ചാൽ അതിന്റെ റേറ്റ് മനസ്സിലാവും. നമ്മളൊരു 1500 അല്ലെ 2000 രൂപ നമ്മൾ ചിലപ്പം ഇതിനത്ര ഇത് മുതലിന് വില ഉണ്ടാവുള്ളൂ. പക്ഷെ ഈ കാണുന്ന സാധനം നമ്മൾ അതിൽ ലാഭിക്കാൻ പോകുന്ന നേരത്ത്
ഒരു പ്രശ്നം ഉണ്ടാകുന്ന നേരത്താണ് നമുക്ക് എടുത്തു കാണിക്കാൻ ഒരു തെളിവുണ്ടാവും. എൻ്റെ വണ്ടിയിൽ അത്യാവശ്യം എല്ലാ വണ്ടിയിലും ഈ സാധനമുണ്ട്. ഇതിന്റെ വില എത്രയാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. നിങ്ങൾ വിളിച്ചു ചോദിക്കുക അല്ലേ. അത് എന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹോൾസെയിൽ കടയാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് പബ്ലിക്കായിട്ട് ഒരു റേറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പബ്ലിക്കായിട്ട് റേറ്റ് പറയാത്തത്. നിങ്ങൾ വിളിച്ചു വെച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം പോലെ നിങ്ങൾക്ക് താല്പര്യം നിങ്ങൾ മേടിക്കല്ലേ. അപ്പോൾ ഗൈസ് നോക്കി, ഈ സാധനം മസ്റ്റാണ്. ഇത് ഞാൻ എൻ്റെ വണ്ടിയിലേക്ക് മേടിച്ചതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം മേടിച്ചുകൊണ്ട് പോയിരുന്നില്ല, വീഡിയോ കണ്ടവർക്ക് അറിയാം. പക്ഷേ ഇത് ഞാൻ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഇതിവിടെ തന്നെ ഇരിക്കട്ടെ. ഇനി അടുത്ത സംഭവം, ഇതിൻ്റെ ഉള്ളിലേക്ക് വരാൻ നേരത്ത് ഫുള്ള് വണ്ടിയെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ട സാധനങ്ങളാണ്. അതിൻ്റെ ഉപരിയായിട്ട് നമ്മളെ വീട്ടിൽ പിന്നെ ബഡ്ജറ്റായിട്ട് ഹോം തിയേറ്റർ ചെയ്തായിരുന്നു. എൻ്റെ വീട്ടിൽ ഏതാണ്ട് ഒരു 1.5-1.25 ലക്ഷം രൂപ എടുത്ത്. അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊജക്ടർ എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രൊജക്ടറാണ്. ഇവിടെ കുറേ അധികം, അതായത് സെബ്രോൺസിനൊക്കെ കുറേ അധികം പ്രൊജക്ടറുകളാണ് ഈ കാണുന്നത്. എന്തോ ഒരു പ്രൊജക്ടർ എടുത്തത്, മഞ്ഞ പ്രൊജക്ടർ അതുണ്ടോ, സെബ്രോൺസിന്റെ പ്രൊജക്ടർ ഉണ്ട്. അതായത് ചെറിയ പൈസയ്ക്ക് നമുക്ക് മേടിക്കാൻ പറ്റിയാണ് ഈ സെബ്രോണിസ്, ബൊറോസോ, ബോസ് ഇങ്ങനെയുള്ള പല സംഭവങ്ങൾ. അതിൽ സെബ്രോണിസ്, ബൊറോസോ എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയാണ്. ഈ കാണുന്ന ഒരു ബ്രാൻഡിന്റെ ഒരു ക്വാളിറ്റി ഉണ്ടാവും. ഈ കാണുന്ന ഡോൾബി പിന്നെ അറ്റ്മോസ് ഉള്ള സാധനമാണ്. ഇത് ഓൺലൈനിലും കിട്ടും, അതേപോലെ ഓൺലൈനിലും ചെറിയ പൈസയ്ക്ക് നിങ്ങൾക്ക് ഈ കാണുന്നത്, അത് ഓൺലൈനിലും പൈസ കുറഞ്ഞ് ഈ കാണുന്ന സെബ്രോണിസിന് ഇത് നിങ്ങൾക്ക് ഇവിടുന്ന് മേടിക്കാൻ പറ്റും. അപ്പം ഇത് ഏകദേശം എത്രയായിട്ടാണ് പറയുന്നത്? അതായത് ഇപ്പൊ നമ്മൾ റേറ്റ് പറയുന്നത് പവർ ഉണ്ട്. ഇത് നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാം, എന്നിട്ട് ഇതിന്റെ വില ചോദിക്കാം. അതായത് ആരെങ്കിലും വീട്ടിൽ ബഡ്ജറ്റ് ആയിട്ട് ഒരു തിയേറ്റർ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഈ കാണുന്ന ഈ പ്രൊജക്ടർ മേടിക്കാം. അല്ല, ആമസോണും ഫ്ലിപ്കാർട്ടിലും നിങ്ങൾ മറ്റേ വില ഉണ്ടാവില്ലോ, റേറ്റ് ഉണ്ടാവില്ല. എന്നിട്ട് ഇവിടെ കൂടെ ആസ്കി ഈ കാണുന്ന പ്രൊജക്ടർ നിങ്ങൾ ഇത് 9000 ലൂമിൻസ് ഉള്ള ഡോൾബി അറ്റ്മോസ് ഉള്ള ഓട്ടോ ഫോക്കസ് ഉണ്ട്. ഓട്ടോ ഫോക്കസ്, മിറർ അസിസ്റ്റ്, അതുപോലെയുള്ള എല്ലാ ടെക്നോളജി ഉള്ള സാധനം ഇതുണ്ട്. ഇവിടെ അതിന്റെ എല്ലാ സെറ്റപ്പ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞു, ഈ കട വന്നാൽ നിങ്ങൾക്ക് ഒരു ഹോം തിയേറ്റർ സെറ്റ് ചെയ്യാൻ പറ്റും. അത് ഇവിടെ തന്നെ നമുക്ക് സ്പീക്കറുകൾ, സ്റ്റാർട്ടിംഗ് പ്രൊജക്ടർ ആൻഡ്രോയിഡ് അത്യാവശ്യം ഒരു 120 ഇഞ്ച് സ്ക്രീനിൽ നല്ല ക്ലാരിറ്റിയിൽ 120 സ്ക്രീനിൽ ഏറ്റവും സ്റ്റാർട്ടിംഗ് ഉള്ള ഒരു പിന്നെ ആൻഡ്രോയിഡ് സെബ്രോണിക്സിന്റെ പ്രൊജക്ടറാണ് ഈ കാണുന്നത്. ഇതൊക്കെ നിങ്ങൾ ഈ മോഡൽ ഈ സംഭവങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് ഓൺലൈനിൽ നോക്കുക, എന്നിട്ട് നിങ്ങൾ ഇവിടെ വിളിക്കുക. അപ്പോൾ ഇതിന്റെ റേറ്റ് മനസ്സിലാക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീട്ടിലിപ്പോൾ ഒരു ചെറിയ ചിലവരൊക്കെ ചെറിയ എമൗണ്ട് ഒരു ഹോം തിയേറ്റർ സെറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ നേരെ വിടുക. ഇതേപോലത്തെ ബഡ്ജറ്റ് സംഭവങ്ങൾ മേടിക്കുക. എന്നിട്ട് ഇവിടെ തന്നെ സ്ക്രീനും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ പിന്നെ ഇവിടെ ഇത് ഇലക്ട്രിക്കൽ ഏരിയ ആണ് ഈ പള്ളിമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഈ മോഡേൺ ഇലക്ട്രോണിക്സ്, ഞാൻ ഇതിൻ്റെ അഡ്രസ്സും എല്ലാ സംഭവങ്ങളും ഇട്ടേക്കാം. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 10-60,000 രൂപ, 10-60,000 ഒന്നും വേണ്ട, ഒരു 10-30-40 രൂപയ്ക്കൊക്കെ നമുക്കൊരു ഹോം തിയേറ്റർ വീട്ടിൽ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഗൈസ് നോക്കൂ, ചേട്ടൻ പറഞ്ഞ ഈ കാണുന്നത് വെറും 6000 രൂപ, പിന്നെ 6000 രൂപ താഴെ വരുന്ന, അതായത് ഞാൻ പറഞ്ഞില്ല ഇവിടെ ഇപ്പം നമ്മൾ 6000 രൂപ താഴെ വരും. ഇവിടെ വന്ന് നിങ്ങൾ പേശുവാണെങ്കിൽ 6000 രൂപ താഴെ ഈ കാണുന്ന പ്രൊജക്ടർ നിങ്ങൾക്ക് മേടിക്കണം. ഫുൾ HD 1080p ആണ്. അപ്പോൾ ഈ കാണുന്ന പ്രൊജക്ടർ എന്നൊക്കെ പറഞ്ഞ ഒരു അത്യാവശ്യം എത്ര സ്ക്രീൻ സൈസ് 100 ഇഞ്ച് വരെയുള്ള ഒരു സ്ക്രീൻ നമുക്ക് ഇതിനെ പ്രൊജക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ തന്നെ വന്നു കഴിഞ്ഞാൽ സ്ക്രീനുകളൊക്കെ മേടിക്കും. അതെ, ഇതേ ഇവിടെ ഇപ്പൊ ഒരു ഹോം തിയേറ്റർ സെറ്റ് ചെയ്യേണ്ട ആക്കിയത് അതുണ്ടോ, ബഡ്ജറ്റ് ആയിട്ട് ഒരു ഹോം തിയേറ്റർ സെറ്റ് ചെയ്യേണ്ട ഇതാ ഒരു സ്ക്രീനായി കാണുന്നത് കേട്ടോ. ഈ കാണുന്ന ഒരു സ്ക്രീനാണ്. ഇത് താത്താൻ സെറ്റപ്പ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഇവിടെ നമുക്ക് എന്താ പറയുക, ഈ സ്ക്രീൻ മേടിക്കാം, അവിടെ ബിറ്റി സെറ്റ് ചെയ്യാം, എന്നിട്ട് പ്രൊജക്ടർ നമ്മൾ കറക്റ്റ് മൗണ്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ തന്നെ സ്പീക്കറുകളും സംഭവങ്ങളൊക്കെ താത്തു വേണം. കൈസ് ഒന്ന് വലിച്ചു വിട്ട് കഴിഞ്ഞാൽ ഈ സാധനം ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ കയറിപ്പോട്ടോ. അപ്പോൾ അത് കയറിപ്പോയി. അപ്പോൾ ഇവിടെ സ്ക്രീനും മേടിക്കാൻ കിട്ടും. ഇനിയിപ്പോൾ ഞാൻ കേസ് പറയാം. ഇനിയിപ്പോൾ നമ്മൾ ഇത്ര ഒരു പ്രൊജക്ടർ മേടിച്ചു. ഇനി ഇവിടെ തന്നെ അത്യാവശ്യം AVR ഉണ്ടോ നമ്മുടെ അടുത്ത്? AVR ഇല്ല, പക്ഷെ മ്യൂസിക് സിസ്റ്റം സെറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ലേ. ഇവിടെ തന്നെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ലക്കാലത്ത് തന്നെ മ്യൂസിക് സിസ്റ്റങ്ങൾ, പിന്നെ വീട്ടിലേക്ക് നമുക്ക് മേടിക്കുന്ന സ്പീക്കറുകൾ ഇതുണ്ടോ. ഈ കാണുന്നൊക്കെ വലിയ പിന്നെ സബും സാധനങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. ഇവിടെയൊക്കെ പല ടൈപ്പ് സബുകളും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഏതൊക്കെ ടൈപ്പാണെന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റില്ല. ആ ടൈപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇത് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞാണ് നിങ്ങൾക്ക് നിസ്സാര കാര്യം. ഇനി അടുത്ത സാധനം കാണിക്കാൻ പോകുന്നത്, നമ്മുടെ വണ്ടിയിലേക്ക് നമുക്ക് ഒരു വളരെ ബഡ്ജറ്റ് ആയിട്ട് വെക്കാൻ പറ്റിയ കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അതിൽ ഒന്നാമത്തെ സാധനമാണ് ഇതെന്താ ഇത്? DVR എന്ന് വെച്ചാല് ഇൻബിൽറ്റ് ആയിട്ട് ഗൈസ് ബാർബെൻസ് പോലെയുള്ള അല്ലെങ്കിൽ നല്ല വണ്ടികൾ, വലിയ ലോറികളൊക്കെ ഉപയോഗിക്കുന്നവർക്ക് പറ്റിയ ഒരു DVR ആണ് ഈ കാണുന്നത്. അതായത് ഇത് ഓപ്പൺ ചെയ്യാവോ ഗൈസ്? നോക്കൂ, ഈ കാണുന്നത് ഫ്രണ്ടും ബാക്കും ഒരേ സമയം റെക്കോർഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമായിട്ട് ഈ കാണുന്നത് കേട്ടോ. ഈ കാണുന്നത് ഇതിനകത്ത് പിന്നെ മാപ്പൊന്നുമില്ല. ഫ്രണ്ടും ബാക്കും റെക്കോർഡ് ചെയ്യുന്ന വേൾഡ് ടെക്കിന്റെ ഒരു സാധനമാണ്. അത്യാവശ്യം നിങ്ങൾ നല്ല പൈസക്ക് ഈ സാധനം ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും. ഞാൻ പറഞ്ഞില്ലേ ഫ്രണ്ട്
നൈറ്റ് വിഷനും ഉണ്ട് അല്ലേ? നൈറ്റ് വിഷൻ ഉള്ള ക്യാമറ ഇതുണ്ടോ? ഈ കാണുന്ന നിങ്ങൾ കാണുന്നുണ്ടോ നൈറ്റ് വിഷൻ ഉള്ള ക്യാമറ? 2 മോഡലുണ്ട്. 4 ക്യാമറ വരുന്നുണ്ട്, 2 ക്യാമറ വരുന്നുണ്ട്. 4 ക്യാമറ വെച്ചാൽ ലെഫ്റ്റ് റൈറ്റ് ഫ്രണ്ട് ബാക്ക്. അത് നമുക്ക് വേണമെങ്കിൽ ഏകദേശം ഇതിന് എത്ര രൂപ പറയാം നമുക്ക്? ഇത് 4 ക്യാമറ വന്ന ഒരു 12 രൂപ താഴെ വരും. ഓ താഴെ ഉള്ളൂ. ഗൈസ് ഇവിടെ വന്നാൽ പേശി മേടിക്കാം. അതിപ്പോ പറയുമ്പോ അങ്ങനെ പറയുന്നതാണ്. നമുക്ക് നിങ്ങളുടെ വാ പോലെ ഇരിക്കും നിങ്ങൾ സാധനം മേടിക്കുന്നത്. നമ്മൾ ഒരു ഞാൻ ഇപ്പം പറയാം, നമ്മളൊക്കെ ഒരു സാധനം മേടിക്കുന്നത് എല്ലാത്തിനും നിന്നും നമ്മൾ സെൻട്രലായിരിക്കും. നമ്മൾ നാണം വിചാരിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ കാര്യം നടക്കണം, നമ്മൾ തന്നെ ഇറങ്ങി സംസാരിക്കണം, അല്ലാതെ നമുക്ക് കാര്യങ്ങൾ നടക്കുകയില്ല. അപ്പം 2 ക്യാമറക്ക് എത്ര? 2 ക്യാമറ കാര്യം കുറവായിരിക്കും. നോക്കൂ, ഇത്രയും ചിന്തിച്ചാൽ മതി. എറണാകുളത്ത് എല്ലായിടത്തും ഹോസ്റ്റലിൽ കൊടുക്കുന്ന ചേട്ടനാണ്. അതായത് അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളും ചെയ്യുന്നത്. അപ്പം ഈ കാണുന്ന സാധനം അത് ചേട്ടൻ പറഞ്ഞു തന്നെ നന്നായി. അതായത് നമ്മുടെ ഇതിന് വെക്കുന്നതല്ല ചേട്ടാ, ട്രാവലർ, ലോറി, ബസ്. ഈ ബസ്സിനൊക്കെ മറ്റേ ക്യാമറ ഫിറ്റ് ചെയ്യുന്നതിന് ലാഭമാണെന്ന് തോന്നി ഈ കാണുന്ന സാധനം ഫിറ്റ് ചെയ്യുന്നത് അല്ലേ? കാണിക്കാൻ പറ്റുമോ? അതെങ്ങനെ കൈസ് ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് ജസ്റ്റ് ചേട്ടൻ കാണിച്ചു തരാന്നിട്ട് പറഞ്ഞത്. ഈ കാണുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സംഭവം ഏകദേശം ആ ചേട്ടൻ ഓൺ ആക്കി കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ പുതിയത് വന്നാണ് ചേട്ടാ, പുതിയത് വന്നാണ്. ചേട്ടന്റെ പേര് ലിജു. ഗൈസ് ഇവർ രണ്ടും പാർട്ണർമാരാണ്. ഇവർ രണ്ടുപേരുമാണ് ഈ കട ഓൺ ചെയ്യുന്നത്. ഇവരിപ്പോ കോഴിക്കോടും കൂടെ എന്നത് ഓപ്പൺ? ഈ മാസം ലാസ്റ്റ് കോഴിക്കോടേക്ക് ഇവർ ഷോപ്പ് വരുന്നുണ്ട്. അപ്പം ഇത് കണ്ടോ, എന്റെ പൊന്നെ, അത് കലക്കി. റിമോട്ട് ഉണ്ടോ? അതിനാ 4K അൾട്രാ HD സാധനമാണ്. 12,000 രൂപയാണ് ഇവർ പറയുന്ന ഈ കാണുന്ന ഒരു പ്രൊഡക്റ്റിന്. നിങ്ങൾ ഈ നമ്പർ വിളിച്ചു നോക്കി, അതിലും കുറഞ്ഞു കിട്ടും. ഇത് 4 ക്യാമറകളാണ്, വലിയ വലിയ വണ്ടികൾക്ക് പറ്റിയ സാധനമാണ്. നമ്മൾ മറ്റേ ഇത് മേടിക്കുന്ന പൈസയായിട്ട് ഞാൻ പറഞ്ഞു, ഇൻസ്റ്റലേഷൻ നിങ്ങൾ കൂട്ടരുത്. കാരണം അതിപ്പോ നമ്മൾ ഓരോ വർക്ക്ഷോപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ ഈ കാണുന്ന സാധനം ഇല്ല, ഞാൻ പറയാം, ഞാൻ അനുഭവസ്ഥനാണല്ലോ. നമ്മളെ മറ്റേ നമ്മളെ പ്രൊഫഷണൽ ആയിട്ട് വീട്ടിൽ വെക്കുന്ന CCTV മേടിച്ച് വെക്കുന്നതും ഇത് മേടിച്ച് വെക്കുന്ന നമുക്ക് കുറെ വ്യത്യാസങ്ങളുണ്ട്. മറ്റേതിന് ഇടയ്ക്കിടയ്ക്ക് പല പല പ്രശ്നങ്ങൾ വരാറുണ്ട്. ചിലപ്പോൾ അതിന്റെ ഇതടിച്ചു പോകും, അതിന്റെ മറ്റേ ഇതേപോലത്തെ ഇത് പോകും. ചിലപ്പോൾ കറക്റ്റ് റെക്കോർഡ് ആവുന്നില്ല. പക്ഷെ ഇത് അങ്ങനെയല്ല, കറക്റ്റ് പക്ക റെക്കോർഡ് ആവും. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ, നിങ്ങൾ ഇങ്ങോട്ട് അടുത്ത് വന്നേ. 4 ക്യാമറ നല്ല ക്ലാരിറ്റി ആയിട്ട് റെക്കോർഡ് ആവും. 4 ക്യാമറ റെക്കോർഡ് ആവും. ഒരു കാര്യം കൂടെ, 4 ക്യാമറ ഇങ്ങനെ കാണും. ഇപ്പൊ നമുക്ക് വണ്ടിയുടെ ബാക്ക് മാത്രം മതി എന്ന് വെച്ചു, ഓട്ടോമാറ്റിക് റിവേഴ്സ്. ഓ ഇതെനിക്ക് വേണം ഗൈസ്, ഞാനിത് മേടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ കാണുന്ന സാധനം എന്റെ ട്രാവലർ ഞാൻ കേട്ടാൻ പോട്ടോ. ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് അതിനകത്ത് സെപ്പറേറ്റ് സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് ലെഫ്റ്റ് സൈഡ് ആയി. അപ്പൊ നമ്മൾ ക്യാമറ വെക്കുമല്ലോ, ഈ ക്യാമറ വെച്ചിട്ട് ഈ ക്യാമറ ഉണ്ടല്ലോ, ഇത് ലെഫ്റ്റ് സൈഡിൽ പിടിപ്പിക്കണമെങ്കിൽ ലെഫ്റ്റ് സൈഡ് വ്യൂ മൊത്തമായിട്ട് കിട്ടും. ഓ ഓക്കെ നോക്കൂ, ഇത് കിട്ടും അല്ലേ? ലെഫ്റ്റ് മാത്രമായി. ഇത് കൊള്ളാലോ. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. സെപ്പറേറ്റ് ഉണ്ട് ഗൈസ്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ കുറേ അധികം, അതായത് ഈ ഫോറിനിലൊക്കെ ഇറങ്ങുന്ന സൈപ്പ് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മൾ ആൾക്കാർ അറിയാതെ പോകുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിഷയം. അതായത് നമ്മളിപ്പോൾ ഒരു CCTV ഫിറ്റ് ചെയ്യണമെങ്കിൽ വലിയ പൈസയാവുന്നുള്ള വിചാരിച്ച് നമ്മൾ കുറേ പേരൊക്കെ അത് മാറ്റി. ഇങ്ങനത്തെ ഒക്കെ കുറേ പ്രൊഡക്റ്റുകളുണ്ട് കേട്ടോ. ഈ കാണുന്നത് ആൻഡ്രോയിഡ് സീരിയസ് സിസ്റ്റങ്ങളാണ്. നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാം ഇതിന്റെ റേറ്റ്. നല്ല കിടിലം പ്രൈസിന് 2 വർഷം വാറന്റി അല്ലേ? 1 ഇയർ വാറന്റി ഒരു സാധനം കിട്ടും, വിത്ത് സർവീസും കിട്ടും. എന്നാലും പറ്റി കഴിഞ്ഞാൽ സാധാ മോഡലുണ്ട്, പിന്നെ ഫ്രണ്ട് ബാക്ക് ക്യാമറ ഉള്ള മോഡലുണ്ട്. റാം അനുസരിച്ച് റേറ്റിൽ വ്യത്യാസം വരും. പിന്നെ 360 ഡിഗ്രി ഉള്ളതുണ്ട്. ഇത് മാത്രമല്ല, ഇതുണ്ട് ഇവിടെയൊക്കെ പല ടൈപ്പ് സാധനങ്ങളുണ്ട്. കുറെ ടൈപ്പ് സീരിയസ് ഗൈസ്. ഈ കാണുന്നല്ലോ ഈ കടയിൽ. കാരണം ഇവിടെ ഈ പള്ളിമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ സ്പേസ് നമുക്ക് കച്ചവടം ചെയ്യാൻ വേണ്ടി കിട്ടുള്ളൂ. കാരണം ഇവിടെ ഗുജറാത്തികൾ, മറാഠികൾ, അങ്ങനെ എല്ലാവരും മലയാളികൾ എല്ലാവരും ഒരുമിച്ച് കച്ചവടം ചെയ്യുന്ന ഒരു ഏരിയയാണ്. അപ്പൊ ഈ ഏരിയയിൽ നമുക്ക് എല്ലാ സാധനം എടുക്കണമെങ്കിൽ ഇവർക്ക് ഗോഡൌണിലൊക്കെ ആയിരിക്കും പല സാധനങ്ങൾ ഇരിക്കുന്നത്. ഇത് സ്പീക്കർ എല്ലാം കൂടെ ഇതെന്നാ സബ്ബാണ് ഇടായിരിക്കുന്നത്? അതെന്നാ സബ്ബാ? അത് ഇല്ല, സ്പീക്കേഴ്സ് ആണ്. ഏറ്റവും വലുതോ? JBL സ്പീക്കറാണ്. അതിന് എന്നാ നല്ല വില ഉള്ളതാണോ ഏകദേശം? അതന്നെ ഈ ബെൻസ് പോലത്തെ സംഭവങ്ങൾ ഫിറ്റ് ചെയ്യുന്ന അതെന്നെ കമൗണ്ട് ആണ്. നല്ല അടിപൊളി ഓടിങ് ആയിരിക്കും ഗൈസ്. എന്നെ ഇപ്പൊ ഇതൊന്ന് പറ്റിച്ചു ഗൈസ്. ആണോ? ഗൈസ് നോക്കൂ. അപ്പൊ അടുത്ത ദിവസം എന്നെ ഇവിടെ വന്ന് സെറ്റ് ചെയ്ത് തരുന്നത്. പിന്നെ ഇവിടെ ഉണ്ടല്ലോ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ വണ്ടിയുടെ ഇതുപോലത്തെ ബാക്ക് ക്യാമറകള്, പിന്നെ അതേപോലെ തന്നെ ഇതന്നെ ഏട്ടാ ഈ കാണുന്ന സാധാരണ എല്ലാ വണ്ടിയിലും ഉണ്ടല്ലോ. ഇപ്പൊ എല്ലാവരും ആൻഡ്രോയിഡ് സീരിയാണ് ഉപയോഗിക്കുന്നത്. ആൻഡ്രോയിഡ് സീരിയൽ ഉപയോഗിക്കണം. ഈ ആൻഡ്രോയിഡ് സീരിയൽ ഉപയോഗിക്കുന്ന DVR ആണ്. ഏത് ഫ്രണ്ട് റെക്കോർഡ് ചെയ്യും. ഇത് പ്രൈസും കുറവാണ്. ഏത് ആൻഡ്രോയിഡ് സീരിയൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ തീർച്ചയായിട്ടും ഒരു വണ്ടി ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ, ഞാൻ നേരത്തെ ഇതിനെ കുറിച്ചാണ് നിങ്ങളോട് പറഞ്ഞത്. ഡിസ്പ്ലേ ഉള്ളത് ആൻഡ്രോയിഡ് സ്റ്റീരിയോ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് സംബന്ധമായ എന്തെങ്കിലും സാധനം ഉപയോഗിക്കുന്നവര് ഇത് മേടിക്കുക. ഇത്രയും പൈസ ഇല്ലെങ്കിൽ വളരെ നിസാര തുകയ്ക്ക് സ്റ്റീരിയോ കാണാൻ നിസാര തുകയ്ക്ക് നമ്മുടെ ഇതിലിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഇതുണ്ടോ ക്യാമറ ഇതുപോലെ ടിൽറ്റബിൾ. ഇതുണ്ടോ ഇങ്ങനെ ടിൽറ്റ് ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റും.
എന്നിട്ട് റെക്കോർഡ് ചെയ്യുന്ന സാധനമാണ്. ഇതിൻ്റെ അകത്ത് തന്നെ മെമ്മറി കാർഡ് ഇടാൻ പറ്റും. ഇത് നമ്മുടെ ഒരു വണ്ടിക്ക് ഒരു അത്യാവശ്യമുള്ളൊരു ഘടകമാണ് അല്ലേ? നിസാര കാശിന്, അതായത് നിസാര കാശിന് കിട്ടും. നിങ്ങൾ ഈ കാണുന്ന നമ്പർ വിളിച്ചു ചോദിച്ചാൽ മതി. ഇതിൻ്റെ അകത്ത് നമുക്ക് ഞാൻ നിസാര കാശിന് ഇടയ്ക്കിടയ്ക്ക് മുഖത്ത് നോക്കുന്നുണ്ട്. ഇതിന്റെ ബാക്കി ഇത് ഇതിന്റെ കേബിളും ജസ്റ്റ് USB-യിൽ, അതായത് ഇത് കണ്ടോ, നിങ്ങൾ ഈ സാധനം മേടിക്കാം, ഒരു ഇലക്ട്രോണിക്സ് കടയിലും പോകണ്ട. ഇത് കണ്ടോ, ഈ കാണുന്ന സാധനം ഇങ്ങനെ ഇത് എവിടെ ഇങ്ങനെ ഇതിങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. ഇത് കണക്ട് ചെയ്തിട്ട് നേരെ ഈ സംഭവത്തിൽ USB ഉണ്ട്. അപ്പോൾ ആ സിസ്റ്റത്തിൽ USB ഉണ്ടാവും. ആ USB കണക്ട് ചെയ്യാൻ നേരത്തെ ഇതിലെ കറണ്ട് കിട്ടും. ഇതിങ്ങനെ വെച്ചാൽ മതി കേട്ടോ. ഇത് തീർച്ചയായിട്ടും ഈ പൈസ നിങ്ങൾ ഒരിക്കലും ഒരു ഇതായിട്ട് കാണരുത് കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് ഒരു വെർത്തായിരിക്കും ഈ സംഭവം. അതെന്തായാലും കഴിക്കും. ഇത് അടുത്ത ദിവസം വന്നോ കേട്ടോ. കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഇല്ലായിരുന്നല്ലോ, ഈ അടുത്ത ദിവസം വന്നു. ആണല്ലേ, കഴിഞ്ഞ ദിവസം വന്ന സംഭവമാണ് ആ കാണുന്ന സാധനം. പിന്നെ ഇവിടെ ഇഷ്ടം പോലെ ചെറിയ ചെറിയ ഇങ്ങനത്തെ ഒക്കെ സ്റ്റാർട്ടിങ് എത്ര തുടങ്ങി ചേട്ടാ? അല്ല, ഇത് എത്ര സ്റ്റാർട്ടിങ് തുടങ്ങും? അല്ല ലോക്കൽ 1000 രൂപ 800 രൂപ ആ റേഞ്ചിലൊക്കെ ഇതുപോലത്തെ സാധനങ്ങൾ കിട്ടും കേട്ടോ. ഈ സംഭവങ്ങൾ ഇതാണ് 360 ഉപയോഗിക്കാൻ പറ്റിയ MI-യുടെ ഒക്കെ ക്യാമറകൾ കണ്ടിട്ടില്ല. അതായത് എന്റെ വീട്ടിൽ 3 ഉണ്ട് ഈ കാണുന്ന സാധനം. ഇതെന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ വീട്ടിൽ ഞാൻ ഇത് 3 വെക്കാനുള്ള റീസൺ ഞാൻ പറയാം. നമ്മളിപ്പോൾ അത്യാവശ്യമായിട്ട് നമ്മുടെ വീട്ടുകാരെ വിളിക്കാൻ നേരത്തെ അവർ പുറത്തോ അല്ലെങ്കിൽ ഹാളിലോ ഒക്കെ ആയിരിക്കും. ഫോൺ ചിലപ്പിരിക്കുന്നത് ഇവരുടെ റൂമിനുള്ളിലായിരിക്കും, ഇവരെ വിളിച്ചറിയാൻ. ഈ കാണുന്ന സാധനം നമ്മളിങ്ങനെ ഭിത്തിയെ പതിപ്പിച്ചിട്ട് മെമ്മറി കാർഡ് ഇട്ട് കഴിഞ്ഞാൽ വീട്ടിൽ വൈഫൈ ഉണ്ട്, വൈഫൈ കണ്ട് ചെയ്താൽ നമ്മുടെ ഫോണിൽ ഇതിൻ്റെ ഒരു ആപ്പ് കിട്ടും. അപ്പോൾ തന്നെ ഞാൻ ഫോൺ എടുത്തില്ല, ഞാൻ കാണിച്ചു തരായിരുന്നു. അപ്പോൾ തന്നെ ഈ ഫോൺ തുറന്നിട്ട് ഇതിൻ്റെ അകത്തോടെ ഫോൺ എടുക്കുക അല്ലെ അങ്ങോട്ട് തിരി ഇങ്ങോട്ട് തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കാണാനും പറ്റും, ഇതിൻ്റെ അകത്തോടെ സംസാരിക്കാനും പറ്റും, ഇതിൻ്റെ അകത്ത് സംസാരിക്കാൻ പറ്റും. ഇതൊരു നല്ല സാധനമാണ്. ഇത് MI-യുടെ ഉണ്ട്, പിന്നെ ഇതിപ്പോ ഇതിന്റെ ഉണ്ട്. ഇതിന് എത്ര ഏകദേശം വരും? അപ്പം അതിന് 4500 രൂപയാണ്, ഇതിന് 2500. അത് നിങ്ങൾ വന്നിട്ട് പേശുക. ഫുൾ HD 360 കറക്കും അല്ലേ? ഇങ്ങനെ കറങ്ങും. കണ്ടോ, ഇത് കറങ്ങുന്ന സാധനം കേട്ടോ. ഇത് ലാഭമാണല്ലോ ചേട്ടാ. ഈ കാണുന്ന സാധനം ഇതിങ്ങനെ കറങ്ങുന്നതാണ്. ഇത് MI പോലെ തന്നെ ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ മറ്റേ ഇതൊക്കെ ഇടുന്നത്. ഇത് അത്യാവശ്യം വീട്ടിലൊക്കെ CCTV ഫിറ്റ് ചെയ്യാം. പിന്നെ ഇപ്പോൾ ഒരു വലിയ പൈസ ഇറക്കാൻ ഇല്ലാത്തവർ ഇത് കൂട്ട് ഒരെണ്ണം മേടിച്ച് വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ചാലും ഇത് നല്ലതായിരിക്കും. പിന്നെ അതുപോലെ ഇവിടെ കുറേ സൈസ് യുണീക്ക് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. ഞാൻ ഓരോന്നായിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അതായത് ഇനി അടുത്ത ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ഇത് പനീറിന്റെ ഒരു ആമ്പാണ്. ഈ ആമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മേടിക്കുന്ന സിസ്റ്റത്തിൽ സബ് കൊടുക്കാനുള്ള സെറ്റപ്പോ അതേപോലെ തന്നെ സ്പീക്കറിന് നല്ല വാട്ട് കൂട്ടാനുള്ള സെറ്റപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ മേടിച്ച സമയത്ത് അങ്ങനത്തെ ഒരു സ്പീക്കർ സിസ്റ്റം ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം, അല്ലെങ്കിൽ ഒരു മറ്റേ ഇതേപോലത്തെ ഒരു സിസ്റ്റം ഒക്കെ ആയിരിക്കും നമ്മൾ മേടിച്ചിട്ടുണ്ടാവുക. ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്, ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ എക്സാമ്പിൾ പറയണം, ഈ കാണുന്ന ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ നമ്മൾ വാങ്ങിച്ചു. അപ്പൊ ഈ കാണുന്ന ആൻഡ്രോയിഡ് സ്റ്റീരിയോ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതിന് നമ്മൾ എന്ത് വേണം? ഇനി സബ് വേണം. ഔട്ട്പുട്ട് കുറവായിരിക്കും, ഇതിന്റെ ആറും സംഭവങ്ങൾ കുറവായിരിക്കും. അപ്പൊ പുതിയൊരു പ്രൊഡക്റ്റ് വന്നാക്കുന്നതാണ്. ഇതിന്റെ സബും പോവാ പവർ. അപ്പൊ ഈ കാണുന്ന ആൻഡ്രോയിഡ് സ്റ്റീരിയോക്ക് വേണ്ടി മാത്രമുള്ള 4 സ്പീക്കറിന്റെ പവർ കൂട്ടുന്ന ഒരു പ്രത്യേകതരം ആമ്പാണ് പ്ലഗ് ആൻഡ് പ്ലേ. പ്ലഗ് ചെയ്യുന്നു, ഔട്ട് ചെയ്യുന്ന സാധനമാണ്. പെട്ട സാധനമാണ് ചേട്ടൻ പറഞ്ഞത്. സ്പീക്കറിന് നല്ല ഔട്ട് കിട്ടും. ഈ കാണുന്ന സാധനമാണ് അത്. ഇതൊക്കെ നമ്മുടെ നാടുകളുണ്ടെന്ന് ഭയങ്കര അത്ഭുതം. ഞാൻ ഇതൊക്കെ പിന്നെ ഇവിടെ തായ്ലൻഡിലും അവിടെ ഇവിടെ ഒക്കെ പോയപ്പോൾ നമ്മുടെ സ്പീക്കറിന് ഇതില്ലാണ്ട് ഇതൊക്കെ അന്വേഷിച്ചെന്നാണ് സത്യം പറഞ്ഞാൽ നജീബ് എന്നെ ഇവിടെ കൊണ്ടുവിട്ടത്. വളരെ നന്നായി കുറെ പ്രൊഡക്റ്റുകൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അല്ലേ ലീന? ഗൈസ് നോക്കുക ആ സാധനം ഇത് എന്നാന്നുള്ളത് ഞാൻ വീണ്ടും പറയാം. അതായത് നമ്മൾ മേടിക്കുന്ന ഒരു സിസ്റ്റത്തിന് പവർ സ്പീക്കറിന് കിട്ടുന്നില്ലെങ്കിൽ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്പീക്കറിന് പവർ കിട്ടും. അങ്ങനെയുള്ള സംഭവമാണ് ഈ സാധനം കേട്ടോ. കാണുന്നത് 1500 രൂപ മുതൽ നമ്മുടെ വണ്ടിക്കകത്ത് ഇടുന്ന LED ലൈറ്റ്. അതായത് നമ്മൾ BMW-ലും അതേപോലെ തന്നെ ഈ ബലേനയിലൊക്കെ വരുമ്പോൾ നമ്മൾ പുതിയ ബലേനോ BMW ബെൻസിലൊക്കെ വരുന്നിടത്ത് വെള്ള നിറത്തിലുള്ള വെട്ടമില്ലേ, ആ സാധനത്തിന്റെ ലൈറ്റ് 1500 രണ്ടെണ്ണത്തിന് വിത്ത് ഫാൻ അടക്കമുള്ള കിട്ടുന്ന സാധനം ഇവിടെ സ്റ്റാർട്ടിംഗ് റേഞ്ചിലുണ്ട്. നിങ്ങൾ വിളിച്ച് സംസാരിക്കണം, നിങ്ങൾക്ക് അതിലും കുറഞ്ഞിട്ട് നോക്കിയാൽ ഇതൊക്കെ ഓരോ ടൈപ്പ് മോഡലാണ്. ഇത് വേൾഡ് ടെക്കിന്റെ ഒരു ടൈപ്പ് മോഡല്, ഇത് ലിമോർ എന്ന് പറഞ്ഞ കമ്പനിയുടെ 120 വാട്ട്സിന്റെ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ 60 വാട്ട് മുതൽ ഏകദേശം 300 വാട്ട് വരെയുള്ള സാധനങ്ങൾ കിട്ടും. ഇതുണ്ടോ ഈ കാണുന്നതൊക്കെ ഓരോ ടൈപ്പ് HID ലൈറ്റുകളാണ്. ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ തുറന്നു കാണിക്കാം. ഇത് തുറക്കണമെങ്കിൽ ആരെങ്കിലും സഹായമില്ലാതെ സാധിക്കില്ല. അതുകൊണ്ടൊന്ന് വന്നു കൂടെ വന്നു കൈസ്. ഇതേ ഈ കാണുന്നതാണ് സാധനം. ഇതേ നമ്മൾ ഈ പെട്ടി ഇങ്ങനെയായിട്ട് ഇതെങ്കിൽ ഒരു പ്രീമിയം വാച്ചൊക്കെ മേടിക്കുന്ന പോലെ ഇതുണ്ടോ ഇങ്ങനെ തുറക്കുന്നു. ഇങ്ങനെ തുറക്കാൻ നേരത്ത് ഈ കാണുന്ന ലൈറ്റ് വരുവാണ്. ഇത് എത്ര ഏട്ടാ? ഇത് എത്ര വാട്ട്സാ? ഇത് 120. പ്യൂർ വൈറ്റ് അല്ല, വാം വൈറ്റ്. ആ സാധനമാണ്. നമ്മളിപ്പോ സാധാരണ വണ്ടി കിടക്കുന്ന ആ ലൈറ്റ് പോലത്തെ ലൈറ്റ് കിട്ടുന്ന സാധനം. ഇത് 120 എന്ന് വെച്ചാൽ 120 ആയിരിക്കും. ഇതിനിവിടെ പ്രത്യേക കപ്പാസിറ്റർ സംഭവങ്ങളുണ്ട്. ഇത് ജസ്റ്റ് നമ്മളെ ഉള്ള ലൈറ്റ് ഊരി എടുക്കുക, എന്നിട്ട് കണക്ഷൻ കൊടുക്കുക, അങ്ങനെ വെക്കുക, അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ പരിപാടിയാണ് ഇത്. ചേട്ടൻ ഇപ്പൊ ഇത് ഈ കാണുന്ന സാധനം കത്തിച്ച് കാണിച്ചു തരാന്നുണ്ടോ പറഞ്ഞത്?
ഇവിടെ മുട്ടുവാണ് കണ്ടോ. ഇത് നല്ല പ്രകാശം ഉണ്ടല്ലോ. ഇത് അപ്പം തന്നെ ഇതിന്റെ ഇത് പിന്നെ ഇത് ഫാൻ വർക്ക് ചെയ്യട്ടെ ഇരുന്ന സമയത്ത് ചൂടാവും ഓഫായി പോകും അടിച്ചു എന്നുള്ള പേടി വേണ്ട. പിന്നെ 1 കൊല്ലം അടുത്ത് ഗ്യാരണ്ടി ഇല്ലേ? 2 വർഷം. അതായത് എല്ലാരും എനിക്കറിയാം ഈ കാണുന്ന സാധനം അന്വേഷിച്ച് നടക്കുകയാണ്. 1500 രൂപ മുതൽ ഇവിടെ സാധനം കിട്ടാണ്. ഇതുണ്ടോ, ഇതൊക്കെ ഓരോ ടൈപ്പ് സാധനങ്ങളാണ്. മഞ്ഞ അല്ല അങ്ങനെയല്ല പറയാം, പിന്നെ ഫോഗ്, വാമ്, വൈറ്റ് കത്തുന്ന ലൈറ്റ് ഉണ്ട്. അതെന്ത് ചേട്ടാ, അത് ഈ കാണുന്നത് ഇത് ഈ കാണുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതൊക്കെ 90 വാട്ടിന്റെ സാധനമാണ്. അത് പറഞ്ഞ 1500 രൂപ മുതൽ ഏകദേശം പിന്നെ അത് ഞാൻ പറഞ്ഞല്ലോ അങ്ങ് മേളിലേക്കുള്ള സാധനങ്ങൾ കിട്ടും. ഇതൊക്കെ പെട്ട സാധനങ്ങളാണ്. ഇതൊക്കെ ഏതാണ്ട് 150 വാട്സിന്റെ സാധനങ്ങളാണ്. അപ്പൊ ബഡ്ജറ്റ് ഒരു കാര്യം പറയാനുണ്ട്. 150 വാട്ടെന്ന ഏരിയയില് മാർക്കറ്റില് 200 വാട്ടെന്ന് കേട്ടും 2000 രൂപയ്ക്ക് ബൾബ് കിട്ടും. 200 വാട്ടെന്ന് എഴുതിയിട്ടുണ്ടോ? പക്ഷെ ആ 200 വാട്ടിന്റെ ബൾബും നമ്മുടെ ഒരു 100 വാട്ടിന്റെ ബൾബുമായിട്ട് കത്തിച്ച് കാണിച്ചതിന്റെ വ്യത്യാസം അറിയാൻ പറ്റും. മനസ്സിലായി. വേറെ കേസുണ്ട് ഇക്ക, അതായത് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ ഇതുപോലത്തെ ലൈറ്റിന് 1.5 ലക്ഷം രൂപ വിലയുള്ള ലൈറ്റുകളില്ല. അതായത് നമ്മളിപ്പം ഇൻഫിനിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലത്തെ ലൈറ്റിൽ 1.5 ലക്ഷം രൂപ മാർക്കറ്റ് ലൈറ്റ്. അതായത് ഈ ബെൻസ്, BMW, പിന്നെ റോൾസ് റോയ്സ് അങ്ങനെയൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്ന ലൈറ്റുകൾക്ക് അത്ര മാർക്കറ്റുണ്ട്. അതേനോട് കിടപിടിച്ചിരിക്കുന്ന രീതിയിലുള്ള ലൈറ്റുകളാണ് ഈ സംഭവങ്ങൾ. അത് പ്രീമിയം വണ്ടി വരുന്ന സാധനങ്ങൾ. അതൊക്കെ മാറ്റിയവർക്ക് അല്ലെങ്കിൽ മാറ്റാൻ ഷോറൂമിൽ ചെന്നവർക്ക് അതിനെക്കുറിച്ച് കറക്റ്റ് അറിയാൻ പറ്റും. അപ്പോൾ ആ ഒരു സെറ്റപ്പുള്ള സാധനമാണ് ഇത്. നമുക്ക് അത്യാവശ്യം നമ്മൾ ഓൾട്ടോ ഓടിക്കുന്ന ആൾ, അല്ലെങ്കിൽ നമ്മളൊരു ഇന്നോവ, അല്ലെങ്കിൽ ഒരു ഫോർച്യൂണർ, അല്ലെങ്കിൽ ആ ഒരു നമ്മളെന്താ പറയുക ഓവർ പ്രീമിയം സെഗ്മെന്റിലും വെക്കാം. ഒരു മിഡിൽ ലെവൽ എല്ലാവരും എടുക്കുന്ന ഒരു വാഹനങ്ങൾ, വാഗണർ അങ്ങനെയുള്ള വാഹനങ്ങൾക്കും വെക്കാം, ട്രാവലറുകൾക്കും വെക്കാം. പിന്നെ അതുപോലെ ബസ്സിൻ്റെ അകത്ത് എക്സ്ട്രാ ലൈറ്റ് ആരും വെക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ എത്രയാണോ നമുക്ക് നമ്മുടെ വണ്ടി കിടക്കുന്ന ആ ലൈറ്റ് അതേ സെയിം സെറ്റപ്പിലുള്ള ലൈറ്റ് നമുക്ക് കിട്ടും. ഇപ്പോൾ എക്സ്ട്രാ ലൈറ്റിൻ്റെ പ്രശ്നങ്ങൾ വരികയല്ല. നമ്മുടെ വണ്ടിയിൽ എത്രയുടെ ലാമ്പാണ് ഇപ്പോൾ 100, 90 അല്ലെങ്കിൽ 170 അല്ലെങ്കിൽ 90 അങ്ങനത്തെ ലൈറ്റുകൾ ഉണ്ടാവും. ആ സെയിം സാധനം ഇവിടുന്ന് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്നതാണ്. ഇത് നല്ലൊരു ഓപ്ഷൻ ആട്ടോ ഇവിടെ. കാരണം ഇത്രയും വില കുറഞ്ഞ് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ പോലും കിട്ടും. അല്ലെങ്കിൽ ചൈനയിൽ പോകേണ്ടി വരും കേട്ടോ. ഗൈസ് നോക്കി, ഇവിടെ കുറേ ടിവികളുണ്ട് കേട്ടോ. ഈ കാണുന്ന TV എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എത്ര രൂപ? TV നമ്മൾ സ്റ്റാർട്ടിങ് 24 ഇഞ്ച് തുടങ്ങിയിട്ട് 75 ഇഞ്ച് TV സ്റ്റോക്ക് ഉണ്ട്. 75. ഈ കാണുന്ന കേട്ടോ 75 ഇഞ്ച് ലിമോറിന്റെ TV ആണ് ഈ കാണുന്നത്. ഇതിങ്ങോട്ട് വലിക്കാം. ഇതുണ്ടോ ഫുള്ള് ഗൂഗിൾ OS ആണ് കേട്ടോ ഈ കാണുന്ന സംഭവം. അതാണ് ഈ കാണുന്നത്. അത് TV. പിന്നെ ഇത് ഈ പാനലില്ലേ, ടിവിയിൽ പല ക്വാളിറ്റി ഉണ്ട്. ഇത് കുറഞ്ഞ ക്വാളിറ്റി പാനലാണ്. ഇത് IPS പാനലാണ്. തൊട്ടൊന്നും ആവൂല. ഇതിങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഫ്ലിക്കറിംഗ് ക്വാളിറ്റി അറിയാൻ വേണ്ടി ഗൈസ് നോക്കി ഇതുണ്ടോ. പിന്നെ ബഡ്ജറ്റ് സെറ്റപ്പ് ആയിട്ട് ഇതേപോലത്തെ സ്പീക്കറുകൾ, പാർട്ടി സംവിധാനങ്ങളൊക്കെ ഇതുണ്ട്. ഇതേപോലത്തെ കമോണും സംഭവങ്ങളൊക്കെ ഉള്ള സാധനങ്ങളായിരുന്നു നോക്കുന്നത്. നേരെ ചേട്ടന്മാരെ വിളിക്കാം. ഇത് ചെറുത്, ഇത് വലുത്. ഇനി ഇങ്ങോട്ട് വരാൻ നേരത്തെ ഇതുണ്ട്. മുങ്ങല്ലടാ, നീ എന്തിനാ മുങ്ങിയേ? ഗൈസ് നോക്കി, ചേട്ടൻ്റെ മോനാട്ടോ. അവൻ ഞങ്ങളുടെ അടുത്ത് വരണമെന്ന് പറഞ്ഞാൽ കാണാൻ വേണ്ടി വരണമെന്ന് നിൽക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ടപ്പോൾ ഓടി. ഗൈസ് നോക്കി, ഇത് കണ്ടോ. ഈ കാണുന്ന ഇത് ഫുള്ള് പിന്നെ പാർട്ടി ബോക്സുകളും സംഭവങ്ങളൊക്കെയാണ്. ഇതിനൊക്കെ എന്നാ ഏകദേശം ഇതൊക്കെ ഒരു നമുക്കൊരു 5000 തുടങ്ങിയിട്ട് മേലോട്ടുണ്ടോ. 5000 രൂപ തുടങ്ങി ഇങ്ങനത്തെ സംഭവങ്ങൾ മേലോട്ട്. ഞാൻ പറഞ്ഞു വീടിന്റെ അകത്ത് ഉപയോഗിക്കുന്നതാണ്, ഔട്ട്ഡോർ വയ്ക്കണം. രണ്ടാണ്. ഇത് ഇങ്ങനത്തെ സ്പീക്കർ. ഗൈസ് നോക്കി, ഇത് അങ്ങനത്തെ ഒരു സെറ്റപ്പ് കമ്പനി സംഭവങ്ങൾ 5000 രൂപ വലിയ സാധനം കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ ചേട്ടനെ വിളിക്കുക. ഞാൻ പരിചയപ്പെടുത്തിയ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അതൊക്കെ അത്യാവശ്യം നമുക്ക് വെക്കണം. പ്രത്യേകിച്ച് ആ ക്യാമറകളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന സെറ്റ് ചെയ്യുക. കാരണം നമുക്കത് വളരെ ഉപകാരപ്പെടുന്നതാണ്. പിന്നെ അത് MIയുടെ സ്മാർട്ട് സ്പീക്കർ അല്ലേ ഇരിക്കുന്നത്? ഗൈസ് നോക്കൂ, MIയുടെ സ്മാർട്ട് സ്പീക്കർ. ഗൈസ് നോക്കൂ, ഏതാണ്ട് 3000 രൂപയ്ക്ക് MIയുടെ ആ കാണുന്ന സ്മാർട്ട് സ്പീക്കർ ചേട്ടൻ കൊടുക്കാന്ന് കേട്ടോ പറഞ്ഞേ. കുറേ സാധനം കണ്ണിപ്പെടുന്നുണ്ട്. പിന്നെ പ്രൊജക്ടർ ഒക്കെ സ്റ്റാർട്ടിങ് എത്ര തുടങ്ങുന്നുണ്ട് ചേട്ടാ? പ്രൊജക്ടർ സ്റ്റാർട്ടിങ് 6000 താഴെ. 6000 രൂപ താഴെ. അതൊക്കെ വിളിച്ച് സംസാരിച്ചാ 6000 രൂപ താഴെ ഇവിടെ സാധനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ പരമാവധി ഉപകാരപ്പെടുത്തുക. ഗൈസ് നോക്കൂ, അതായത് നമ്മളിപ്പം കാണിച്ചത് ഈ കാണുന്ന കടയാണ്. അതായത് ഇത് പള്ളിമുക്കാണ് സ്ഥലം. അപ്പം ഇവിടെ ഈ കാണുന്ന കടയിൽ കിട്ടുന്ന സെയിം സാധനങ്ങൾ നിങ്ങൾക്ക് കോഴിക്കോടും കിട്ടും അല്ലേ? മാവൂർ റോഡ് കടയുടെ പേര് മോഡേൺ ഇലക്ട്രോണിക്സ്, കോഴിക്കോട് മാവൂർ റോഡ്. അവിടെയും കിട്ടും കേട്ടോ. ഗൈസ് നോക്കൂ, അടുത്ത ദിവസം അതായത് നമ്മൾ നമ്മുടെ വണ്ടി അങ്ങനെ സെറ്റ് വർക്കിന് കൊണ്ടുവന്നപ്പോഴാണ്. വണ്ടിക്കകത്ത് കുറച്ച് പരിപാടിയുണ്ട്. അതായത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സംഭവം, അതായത് നമ്മൾ ഇവിടുന്ന് മേടിച്ച സാധനങ്ങളൊക്കെ ചെക്കിങ്, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വണ്ടി സ്പീക്കർ, അതുപോലുള്ള പരിപാടി. പവർ വരുന്നില്ല, ഫ്രണ്ടിന്റെ അവിടെ നന്നായിട്ട് ഒച്ച വരുന്ന കാരണം പാട്ട് കേൾക്കാൻ പറ്റുന്നില്ല. അതെ. അപ്പോൾ ഗൈസ് നോക്കൂ, അങ്ങനെ നമ്മൾ കഴിഞ്ഞ ദിവസം സാധനം മേടിച്ച അതേ സ്ഥലത്ത് തന്നെ നമ്മൾ വന്ന് മോഡേണിൽ പള്ളിമുക്ക്. ഗൈസ് നോക്കൂ, നമ്മുടെ വണ്ടിയുടെ പരിപാടികൾ ഓരോന്നായിട്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടി തുടങ്ങും കേട്ടോ. കാണുന്ന സ്പീക്കറായിരുന്നു നമ്മുടെ വണ്ടിയിലുണ്ടായിരുന്നത്. അത് കാണിച്ചേട്ടാ പോയോ? സാധനം പോയി.
പോയായിരുന്നല്ലേ അതല്ലേ ഒച്ച നോക്കൂ പറവറപ്പും സംഭവങ്ങളൊക്കെ അതുകൊണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ എത്ര കേട്ടോ ഏതൊക്കെ നിൽക്കുന്നില്ലല്ലോ ഗൈസ്. നോക്കൂ ചേട്ടൻ പറവറ ഞെക്കാട്ടോ. അതായത് നമ്മളങ്ങനെ ഓരോന്നോരോന്ന് പരിപാടികൾ ചെയ്യുവാണ്. നമ്മൾ അന്ന് മേടിച്ച 2 സ്പീക്കർ ഉണ്ടായിരുന്നു, അത് മാറ്റി വേറെ സ്പീക്കർ ഇപ്പം അടിപൊളി ഗൈസ്. നോക്കൂ അതായത് അന്ന് മേടിച്ച സ്പീക്കർ മാറ്റി നമ്മൾ വേറെ സ്പീക്കർ വെക്കാം. ഏതായിട്ട് വെക്കാൻ പോകുന്നത് ബോസ്റ്റിക്കിന്റെ ഫുൾ റേഞ്ച് സ്പീക്കർ ഉണ്ട്. ബോസ്റ്റിക്കിന്റെ അത് വെച്ചാൽ വോക്കൽ നല്ല ക്ലിയർ ആയിരിക്കും. അങ്ങനെ ഈ കാണുന്ന മോഡേണിലാണ് നമ്മളങ്ങനെ വണ്ടി പണിയാൻ വേണ്ടി കയറ്റിയാക്കണേ. അതായത് സ്പീക്കർ വർക്ക് അതുപോലെയുള്ള കുറച്ച് പരിപാടികൾ, അത് ഇവരുടെ അടുത്ത് മേടിച്ച സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്യുക, അങ്ങനെയുള്ള പരിപാടി കേട്ടോ. അതായത് ഇവരുടെ കാർ ആക്സറീസ് അതുപോലെ തന്നെ വണ്ടിയിലേക്ക് സംഭവങ്ങൾ ഫിറ്റ് ചെയ്യുന്ന അതുപോലുള്ള പരിപാടിയാണ് ഈ കാണുന്നത്. ഇത് പള്ളിമുക്കാട്ടോ. അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയിട്ട് ഈ കാണുന്നതിൻ്റെ അപ്പുറമാണ് നമ്മളങ്ങനെ കഴിഞ്ഞ ദിവസം പോയ കട. അതായത് നമ്മൾ സാധനങ്ങളൊക്കെ പരിചയപ്പെടുത്ത കടയും സംഭവങ്ങളൊക്കെ അവിടെയാണ്. ഏതാണ്ട് ഒരു 2-3 മണിക്കൂറുള്ള പരിപാടിയും കാര്യങ്ങളും ഉണ്ടാവും നമ്മുടെ വണ്ടിയിൽ. കാരണം അത്യാവശ്യം പരിപാടി ചെയ്യാണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ക്യാമറകളുടെ സെറ്റിങ്സ് അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഓരോന്നോരോന്നിട്ട് ചെയ്തു തരാം. ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ വെക്കുവാണെങ്കിൽ അതായത് ഇവിടുന്ന് തന്നെ എന്തോ വയറിംഗ് എല്ലാം സെറ്റാക്കി തരാമെന്ന്, പുറത്തൊന്നും വാങ്ങാതെ കുറച്ച് നാൾ ഈട് നിൽക്കുന്ന പോലെ ആക്കി തരാമെന്ന്. അതല്ലേ വേണ്ട, അത് ഏതാ വേണ്ടതെന്ന് പറ, പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തീരുമാനം. ചേട്ടാ സെറ്റപ്പ് ആയിക്കോട്ടെ, സെറ്റപ്പായിട്ട് ആയിക്കോട്ടെ ഗൈസ്. നോക്കൂ അതായത് സെറ്റപ്പായിട്ട് ആക്കി തരാനുണ്ടോ. മറ്റേ സ്പീക്കർ സംഭവങ്ങൾ കടയിലേക്ക് പോയോ ചേട്ടാ? കടയിലേക്ക് എടുക്കാൻ പോയോ സാധനങ്ങൾ? ഇവിടെ ഉണ്ടല്ലേ. ഇത് 2 കട കേട്ടോ. ഇവിടെ സാധനങ്ങളുണ്ട്, അവിടെയും സാധനമുണ്ട്. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം പോയത് ഹോൾസെയിൽ കടയാ, ഇത് റീറ്റെയിൽ, അത് ഹോൾസെയിൽ. ഗൈസ് അതാട്ടോ സംഭവം. ഗൈസ് നോക്കൂ ഫൈനലി അങ്ങനെ നമ്മുടെ വണ്ടിയിൽ സ്പീക്കർ പരിപാടികൾ ചെയ്യാൻ തുടങ്ങി. സീറ്റ് ഊരി മാറ്റിയെടുത്തു. അതിനുശേഷം ഇത് കണ്ടോ, ഈ കാണുന്ന ഇവിടെ എല്ലാ സാധനങ്ങളും ഊരിയിട്ടു. ഈ കാണുന്നതാണ് നമ്മളിപ്പോൾ നമ്മുടെ വണ്ടിയെ കയറ്റാൻ പോകുന്ന നമ്മുടെ അടുത്ത സ്പീക്കറിൻ്റെ കവർ കേട്ടോ. ഈ കാണുന്ന കവറാണ് കയറ്റുന്നത്. ഇങ്ങനത്തെ 2 എണ്ണം കയറ്റും. പിന്നെ അതേപോലെ തന്നെ കുറച്ച് നമ്മുടെ കുഴപ്പമെന്ന് വെച്ചാല് ഇടുപ്പുണ്ട്, പാട്ട് കേൾക്കാൻ പറ്റുന്നില്ല. അതായത് നമ്മുടെ വോക്കൽ കൊള്ളൂല. അപ്പൊ അതിനുള്ള സംഭവം എന്താന്ന് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഇടുപ്പ് വേണം, പാട്ട് വേണം, വോക്കൽ വേണം. അങ്ങനെ 3ഉം കൂടെ മിസ് ചെയ്താലും ഒരു നല്ലൊരു സോങ് നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇവിടുന്ന് മേടിച്ചിട്ട് പോയ സ്ക്രീനുകളാണ് ഈ കാണുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ കാണുന്ന ഒക്കെ ഇവിടുന്ന് മേടിച്ച സ്ക്രീനുകളാട്ടോ. അപ്പോൾ ഈ കാണുന്ന സ്ക്രീനുകളെല്ലാം ഓരോന്നോരോന്ന് ഇവിടുന്ന് തന്നെ ചെക്ക് ചെയ്തിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടി. അപ്പോൾ ആ കാര്യം കൂടെ നമുക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി ഏകദേശം നമ്മുടെ കഴിഞ്ഞ അത്യാവശ്യം 2 മണിക്കൂറുള്ള പരിപാടിയാണ്. ഇത് പറഞ്ഞാൽ ഹോൾസെയിൽ കടയല്ലാത്ത നോർമൽ റീറ്റെയിൽ കടയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഗ്രില്ലുകൾ, പിന്നെ അതുപോലെ തന്നെ മൊമോ സ്റ്റിയറിങ്, പിന്നെ ഇത് കാണുന്ന നമുക്കിവിടെ മറ്റേ ഇത് എന്നാ പറയുക, ഈ കാണുന്ന ഡെമോ ആട്ടോ. ഓരോ കമ്പനികളുടെ സംഭവങ്ങൾ, ഡെമോ സംഭവങ്ങൾ, പിന്നെ ആമ്പ്, അതുപോലെയുള്ള A to Z എല്ലാ പരിപാടിയും. എന്നടാ ഗൈസ്, താറിൻ്റെ ആരെങ്കിലും ഈ സാധനം മേടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചാൽ ഏറ്റവും വിലക്കുറവ് ഇവിടെ കേട്ടോ. എത്രയായിരുന്നു ലിവിനെ പറഞ്ഞത്? എത്ര ഏട്ടാ? 2500 രൂപ. കഴിഞ്ഞ ദിവസം കൂടെ ഞങ്ങളുടെ വണ്ടിയെ കയറ്റാൻ വേണ്ടി ഒരു സ്ഥലത്ത് എന്ന് ചോദിച്ചാൽ 3800 ഞങ്ങളോട് പറഞ്ഞത്. 3800 ആട്ടോ ഞങ്ങളോട് പറഞ്ഞത്. 2800 ഉള്ളൂ. പിന്നെ അതിൻ്റെ തന്നെ പല ടൈപ്പ് സാധനങ്ങളുണ്ട് ഇവിടെ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മറ്റേ സൈക്കിൾ കയറ്റുന്ന സംഭവം, പിന്നെ അതേപോലെയുള്ള സെറ്റപ്പ് സംഭവങ്ങളൊക്കെ ഉണ്ട്. ആമ്പ, സബ് അതുപോലുള്ള സംഭവങ്ങൾ. നമുക്ക് സബ് കയറ്റ ഒരു സാധനം തന്നു, അത് ഞങ്ങൾ തിയേറ്ററിൽ കൊണ്ട് സെറ്റാക്കി സബ് ചെയ്യാൻ വേണ്ടി സാധനം നമ്മൾ അവിടെ കൊണ്ടുവച്ചു, തിയേറ്ററിൽ കൊണ്ടുവച്ച് നമ്മൾ സബ് കയറ്റി അവിടെ കൊണ്ടുവച്ചു അല്ലേ. നോക്കൂ അതേപോലെ തന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി മറന്നേ. അതായത് ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ ഫിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇത് കണ്ടോ, ഈ കാണുന്ന ഇത്രയും സ്പേസ് ഉണ്ട്. ട്രാവലർ എടുക്കുവോ? നോ അവസാന വാക്ക്. ട്രാവൽ എടുക്കുവോ? ഇല്ല, ട്രാവലർ ആദ്യമായിട്ട് പണിയാന്നാണ് ചേട്ടന്മാര് പറഞ്ഞത്. കാറൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഷടപടയെന്ന് പരിപാടി. കാറ് വന്ന് ഷടപടയെന്ന് കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റും ഗൈസ്. ഇതല്ല കേട്ടോ, ഇത് കൂടുതൽ സാധനങ്ങൾ നിങ്ങൾക്ക് തൊട്ടപ്പുറത്ത് ഇവരുടെ പിന്നെ ഹോൾസെയിൽ കടയിൽ നിന്ന് മേടിക്കാൻ പറ്റും. എന്താ അവിടുന്ന് തന്നെ മേടിച്ച് ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ മെയിൻ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ നമ്മൾ കറക്റ്റ് ട്യൂണിങ് ഒക്കെ കറക്റ്റ് ചെയ്ത് നമ്മുടെ വണ്ടി സെറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഞങ്ങൾ വണ്ടി കൊണ്ടുവന്നത്. പിന്നെ അതുപോലെ ഞങ്ങൾ 2 സ്ക്രീനും നോക്കിയാണ് കേട്ടോ. ഗൈസ് നോക്കൂ, 2 സ്ക്രീനും പിന്നെ അതുപോലെ സംഭവങ്ങൾ, പിന്നെ അതിൻ്റെ ഒരു HDMI സംഭവങ്ങളൊക്കെ മേടിക്കാണ്ട്. അത് അങ്ങനെയുള്ള കുറച്ച് പേര് ഗൈസ്. നല്ല ചൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കിട്ടില്ല ചൂടാണ്, ഉരുകി വീഴും കേട്ടോ. ആണോ ഗൈസ്? ടുഡേ ഈസ് ബിഗ് ചൂട്, അതായത് ദുബായിലൊക്കെ ചൂട് അല്ലേ ഗൈസ്. എന്തായാലും എല്ലാവരും കഴിക്കാൻ വേണ്ടി പോകണം. നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ വണ്ടിയെ കേട്ടുന്ന ഒരു സ്പീക്കർ ഇതാട്ടോ, മിഡ് ബാസ് എന്നാണ് ഈ സാധനത്ത്. പേരല്ല, മിഡ് ബാസ്. അതിന്റെ ഞാൻ കൊടുത്തു വരുന്ന ഇതൊരു സബ്. ഇത് കിട്ടുന്ന സാധനമാണല്ലോ. സബ് അല്ലടാ, സ്പീക്കറാ. അമ്മൂന്റെ കാന്തം വോക്കൽ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. ഇതാ
സംഭവം എന്നാ സംഭവം എന്ന് പറയാം, കാന്തത്തിന് വലിപ്പം കൂടുന്നതനുസരിച്ചും സാധനത്തിന് പവറും കൂടും അല്ലേ? ആ. ഇത് ട്യൂട്ടറാണോ ഏട്ടാ? ബുള്ളറ്റ് ട്യൂട്ടർ എടുത്ത് കാണിച്ചത്. ഇതൊക്കെയാണ് നമ്മുടെ വണ്ടി കയറ്റാൻ വേണ്ടി വന്നത്, ബുള്ളറ്റ് ട്യൂട്ടർ. അത് വരുന്നതാണ്. ഇതിനകത്ത് രണ്ടും വരും. പിന്നെ അതെല്ലാം കൂടെ കളറാവും കേട്ടോ, വണ്ടി കളറായി മാറും. ഇനി പണിയുണ്ട് കേട്ടോ, പണി തീർന്നിട്ടില്ല. എന്നടാ ഇത് നോക്ക് നീ, ഇത് നോക്കി എന്നടാ ഇത് ഫുള്ള് മറ്റേ ഇരുമ്പാ, സിൽവർ പോലത്തെ. അല്ല നീ ഇത് പിടിച്ചു നോക്കി, ഇത് ഇരുമ്പാ, ഇത് ഇരുമ്പാണോ ഇത്? ആ ഗൈസ്, പള്ളിമുക്കി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധനങ്ങൾ മേടിച്ച് ഫിറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു കട മാത്രമേ ഉള്ളൂ കേട്ടോ. ആക്സസറീസിൽ ഫിറ്റിങ്, അതായത് ആക്സസറീസ് മേടിച്ച് നമുക്ക് ഫിറ്റിങ് സംഭവങ്ങളൊക്കെ ഈ ഒരു കടയുള്ളൂ ആണല്ലേ? ചേട്ടൻ പറയുന്ന ചേട്ടൻ്റെ വാഗ്ദാനം എന്ന് പറഞ്ഞാൽ 1/2 കിലോ പൊന്ന് മേടിച്ചാൽ 1.5 കിലോ പൊന്ന് ഫ്രീ എന്ന് പറഞ്ഞ പോലെ അല്ലേ? ഗൈസ്, അങ്ങനെയാണ് ചേട്ടൻ പറഞ്ഞത്. ചേട്ടൻ എന്നോട് പറഞ്ഞു, നീ എന്തായാലും സ്പീക്കർ മേടിച്ചല്ലേ, അപ്പോൾ എല്ലാ സാധനം മേടിച്ചല്ലേ, നീ നേരെ എന്തായാലും ഇങ്ങോട്ട് വാ, എന്നിട്ട് നമുക്ക് ഇവിടുന്ന് ഫിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. ഇവർ പറഞ്ഞ സാധനം, ചേട്ടൻ്റെ പേരെന്നാ? ലിജു ഫ്രം കാക്കനാട്. ചേട്ടൻ്റെ പേരെന്നാ? പോയോ ചേട്ടൻ? പോയോ? മനോജ് ഫ്രം പറവൂർ. ഗൈസ് ഓരോന്നോരോന്ന് എന്തായാലും ചെയ്യട്ടെ. നോക്കൂ, ഫൈനലി പരിപാടികൾ ഓരോന്ന് പറയാൻ തുടങ്ങി കേട്ടോ. അതായത് സ്പീക്കറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്ക് വയറ് വലിക്കൽ, അതുപോലെ തന്നെ അതിൻ്റെ പരിപാടികൾ, സ്പീക്കർ സെറ്റ് ചെയ്യില്ല. അതായത് 4 സ്പീക്കർ കേട്ടോ നമ്മൾ ടോട്ടലി പറഞ്ഞേക്കുന്നത്. ഈ കാണുന്ന ഇതൊക്കെ ഏകദേശം സോണിയൊക്കെ അസ്തമിച്ച് കഴിഞ്ഞായിരുന്നു കേട്ടോ. അസ്തമനത്തിന്റെ അങ്ങേയറ്റം എത്തി. ശേഷം ഒരു ഉദയം ഉണ്ടെന്നാ പറയുന്നത്, വേറെ സാധനം പക്ഷെ കയറുവെന്നുള്ളൂ. അസ്തമിച്ചു പോയില്ലടാ ഇത്. പക്ഷെ മൈൻഡ് ചെയ്തെടുക്കാം കേട്ടോ, മൈൻഡ് ഈ സാധനം ഒട്ടിക്കാൻ പറ്റും, ഇത് അറിയാവുന്നവർക്ക് കൊടുക്കണം. നോക്കുക, ആ സാധനമൊക്കെ ഏകദേശം പോയായിരുന്നു കേട്ടോ. 2017 വെച്ച് സ്പീക്കറാ. ഇപ്പൊ എത്ര കൊല്ലമായി? എത്ര? 2017 വെച്ച് സ്പീക്കറാ. ഇപ്പൊ എത്രയായി? 2017, 18, 19, 20, 21, 22, 23, 24, 7 വർഷം. 7 വർഷം പഴക്കം കേട്ടോ നമ്മുടെ വണ്ടിക്കും. ഈ സെയിം സാധനം നമ്മുടെ വണ്ടിയിലുണ്ടായിരുന്നു കേട്ടോ. നെക്ക് സപ്പോർട്ട്, പിന്നെ അത് നടുവിന്, അതുപോലെ തന്നെ സംഭവങ്ങൾക്ക് വേണ്ടിയുള്ള സാധനം, അതായത് ഓവർ ലോങ് ഓടുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. ഇതാണ് മറ്റേ അണ്ടർ ആക്റ്റീവ് സബ് ബൂഫർ, അണ്ടർ സീറ്റ്. അത് ഈ ചെറിയ സാധനം കേട്ടോ, അതായത് ഇന്ന് അത്യാവശ്യം വലിയ സ്പേസും സംഭവങ്ങളൊന്നും പോകാത്ത സാധനമാണ് ഈ കാണുന്ന സാധനം കേട്ടോ. ഈ കാണുന്നതാണ് അണ്ടർ സീറ്റ് സബ് ബൂഫർ. ഇതിന് അത്യാവശ്യം ബസ് കിട്ടുമോ? മറ്റേ എത്ര കിട്ടും? എന്നാലും കിട്ടുമോ? പൈസ നോക്കി ഇതാട്ടോ സാധനം. ഒടുക്കത്തെ വെയിറ്റ് ആട്ടോ. പിന്നെ ഇത്ര വെയിറ്റ് ഇത് കണ്ടോ ഇതിന്റെ സാധനം? ഇത് എല്ലാ സെറ്റും ഇറക്കും വരുന്നവനെ. ഇത് കണ്ടോ, ഇതിൻ്റെ അകത്ത് സബ് ഇത് കണ്ടോ, ഇതാണ് സാധനം. ഓ, പടക്കോ? ഔട്ടും ഉണ്ടോ? പടക്കോ കേട്ടോ. ഇതിന് ഏകദേശം എത്ര വരും ചേട്ടാ? ഏകദേശം എത്ര വരും? 15,500. പൈസ ഈ കാണുന്ന സാധനത്തിന് 15,500 കേട്ടോ. ഇത് പിന്നെ അത്യാവശ്യം നല്ല എന്താ പറയുക സ്റ്റാൻഡേർഡ് സൗണ്ട് അതുപോലത്തെ സംഭവങ്ങളൊക്കെ കിട്ടാനുള്ള സംവിധാനം കേട്ടോ ഈ കാണുന്ന സംഭവം. ബ്ലൂ പങ്കിൻ്റെ കേട്ടോ, ഇത് ബ്ലൂ പങ്ക്. ഗൈസ് നോക്കൂ, ഇവിടെ ഉണ്ടല്ലോ സ്പീക്കറിൻ്റെ അതുപോലെ സബിൻ്റെ ഒക്കെ ലൈനുകൾ, അതുപോലുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഓരോന്ന് വലിക്കുക, അത് സെറ്റപ്പ് ചെയ്യുക, അതുപോലത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കണം. അതായത് ആദ്യത്തെ സംഭവം മാറ്റി അങ്ങനെ കേട്ടോ വേറെ ലൈൻ വലിക്കണം. മൊത്തം പുതിയ വയറിംഗ് എല്ലാം മാറ്റണം. പുതിയ ലൈൻ സെറ്റിന്റെ കേബിൾ നോക്കൂ, സെറ്റിന്റെ വയറും സംഭവങ്ങളൊക്കെ പുതിയ സംവിധാനങ്ങൾ ഇടാൻ വേണ്ടി പോകാട്ടോ. നമ്മൾ വെക്കാൻ ഉദ്ദേശിച്ച സ്പീക്കർ ഈ കാണുന്ന ബോക്സിൻ്റെ അകത്ത് കയറ്റാൻ പറ്റുമെന്ന് ശ്രമിക്കും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാകുമ്പോൾ വളരെ കംഫർട്ടായിട്ട് ഒതുങ്ങിയിരിക്കും ആ കാണുന്ന ബോക്സ്. അല്ലെങ്കിൽ വേറെ ബോക്സ് മേടിക്കണം വരും. വേറെ ബോക്സ് മേടിക്കണം ചേട്ടാ? വേറെ ബോക്സ് അല്ല, ഇത് കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം. അതിന് ലെവലാക്കി എടുക്കുക. ഗൈസ് നോക്കുക, അതാട്ടോ ചേട്ടൻ പറയുന്നത്, കട്ട് ചെയ്ത് ലെവലാക്കി ഈ കാണുന്ന സ്പീക്കർ. സ്പോഞ്ച് ഇല്ലാത്ത ട്യൂട്ടർ കാണുന്നത് മൊത്തം കമ്പി ചെയ്ത് ഇത് ഇതുണ്ടോ മെറ്റാലിക്കാ. ആണോ? സത്യം പറയുന്നില്ലേ? ചേട്ടൻ ഇവിടെ റേഡിയോ വെച്ചോക്കുന്നുണ്ട്. ചേട്ടനോട് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തു, ചേട്ടാ ഒന്ന് ഓഫാക്കി തരാമെന്ന്. അങ്ങനെ ഓഫാക്കി തന്നു. നല്ല ഒടുക്കത്തെ ചൂട് ഞങ്ങൾ 3 വെള്ളം കുടിക്കാണ്ട് വന്നോ. നാരങ്ങ വെള്ളത്തിൽ വരെ ശ്രദ്ധിച്ചോ, ആ പഞ്ചസാര മിക്സിയിലിട്ട് അടിച്ച. ഈ കാണുന്ന വഴി കൂടെയാണ് ഈ കാണുന്ന മോഡേൺ ഇലക്ട്രോണിക്സിലേക്ക് കയറി വരണം കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ ആക്സസറി ഷോപ്പ് വേണം, പിന്നെ അവിടുന്ന് കുറച്ച് ഉള്ളിലേക്ക് പോയിട്ട് അതേതാ ബിൽഡിങ്? എക്സ്പോ ബിൽഡിംഗ്. എക്സ്പോ ബിൽഡിങ്ങിൻ്റെ അകത്താണ് മറ്റേതല്ലേ മോഡേൺ ഇലക്ട്രോണിക്സ് സംഭവങ്ങളൊക്കെ ഉള്ളത്. ഗൈസ് ചേട്ടൻ നാരങ്ങ കറക്കി എടുക്കുക കേട്ടോ. നല്ല കിഡിലിന് നാരങ്ങ ചേട്ടൻ 2ആയി മുറിച്ചു. ഇനി ആ കാണുന്ന നാരങ്ങ ഇതിൻ്റെ അകത്തോട്ട് കിഡിലിനായിട്ട് പിഴിയും കേട്ടോ. ഞങ്ങൾ ഇവിടുന്ന് വെള്ളം കുടിക്കാനുള്ള മെയിൻ കാരണം ഇത് കണ്ടിട്ടാട്ടോ. സാധാരണ എല്ലായിടത്തും നന്നാരി സാധനമായിരിക്കും, അത് കുടിച്ചു കഴിഞ്ഞാൽ ലെവലാവില്ല കേട്ടോ. ഇത് ചേട്ടൻ സ്വന്തമായിട്ട് പഞ്ചസാര ആണോ ചേട്ടാ? അല്ലേ? സ്വന്തമായിട്ട് പഞ്ചസാര കലക്കിക്കൊണ്ട് വന്നാക്കുന്നത് കേട്ടോ. ഇതെന്ന് വെച്ചാൽ വേറെ സെറ്റപ്പ് ആയിരിക്കും കേട്ടോ. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങാണ്ടി അത് പറ്റൂല കേട്ടോ. ഒരു അല്ലേ വരവ് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അത് കുടിച്ചു കഴിഞ്ഞാൽ ഫീലിംഗ് കിട്ടില്ല. ഇതാകുമ്പോൾ നല്ല ഫീലിംഗ് ആയിരിക്കും. 3 ഗ്ലാസ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തകർപ്പനായിരിക്കും. പഴയ ആൾക്കാർ നാരങ്ങ പിഴിഞ്ഞാൽ ഇതിങ്ങനെ ആക്കുള്ളൂ. പുതിയ ആൾക്കാരെല്ലാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നാരി ഇട്ട് കൊടുക്കും. അത് എളുപ്പമല്ലേ, അതൊരു സുഖം ഉണ്ടാക്കിയെടുക്കാൻ പാടാ. പിന്നെ ലിവിന് വെള്ളം കിട്ടി.
ഒരു ചെറിയ തിരുത്തുണ്ട്. ഞാൻ കീച്ച് അടിച്ചായിരുന്നു. ഇത് നന്നായി കേട്ടോ. ചേട്ടൻ മിണ്ടിയില്ല എന്നിട്ട് നമ്മളോട് ഒരു അക്ഷരം. എനിക്ക് വേണ്ടി ഇതിട്ടാന്ന് പറഞ്ഞിട്ട് എന്ത് കാന്താരി ഇട്ട് ഇളക്കി താട്ടോ. എങ്ങനെയുണ്ട്? സൂപ്പർ. ഐസ് നോക്കൂ. ഈ ഒരു ചൂടത്ത് ഈ ഒരു നാരങ്ങോളം അടിപൊളിയായിരിക്കും കേട്ടോ. ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ്, സഹിക്കാൻ പറ്റുന്നു. അയ്യോ ചേട്ടൻ തിരിക്കും. ഒരു മിനിറ്റ് കേട്ടോ. എന്നാ ഇതിനകത്തോട്ട് കിളി പാറി കൈ കിട്ടുവോ? കിളി പാറുവോ? ഐസ് കിട്ടുവോ കേട്ടോ. പണി പാടി ഗൈസ്. ചേട്ടന്റെ ഒറ്റമൂലി കേട്ടോ. കാന്താരി അല്ല ഇഷ്ടം. എങ്ങനെയുണ്ട്? ഒറ്റ വലിക്ക് കുടിക്കാന് മൂക്ക് പൊത്തിട്ട് ഒറ്റ വലിയും കടിക്കും. എങ്ങനെയുണ്ട്? അയ്യോ എരിവുണ്ട്. കർണം പാറ്റിയാണോ? സന്തോഷം. കാന്താരി കുരുമുളക് എല്ലാം ഉണ്ട്. പച്ച ദൈവമേ മുരിക്കലാളെ പിടിച്ച്. ഓ ഗൈസ് നോക്കൂ. ഫൈനലി അങ്ങനെ നമ്മുടെ വണ്ടിയുടെ പരിപാടി ഏകദേശം തീർന്നു കേട്ടോ. ഇനി കുറച്ചും കൂടെ പരിപാടിയും കാര്യങ്ങളും ചെയ്യാണ്ട് അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു കേട്ടോ. ഫൈനലി അങ്ങനെ നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. സ്പീക്കർ ഫിറ്റ് ചെയ്തു. എല്ലാം റെഡി കേട്ടോ. ഇനി ആ സംഭവം ചെയ്യണം. അതിൻ്റെ ചെറിയ ഫോർമാറ്റ് സംഭവം, ഇതിന് റിമോട്ട് സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യണം. അപ്പോൾ ഒന്ന് ഫോർമാറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ഇവിടെയാണ് സ്പീക്കറും സംഭവങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത്. പിന്നെ അതേപോലെ തന്നെ ഈ കാണുന്ന സ്പീക്കർ മാറ്റി അതിനകത്തുണ്ടായിരുന്ന പനീർ ഫിറ്റ് ചെയ്തു. അങ്ങനെ മൊത്തം 4 സ്പീക്കറും. പനീർ വേണ്ട, പിന്നെ ചിക്കൻ മതി. പനീർ സംഭവം ഫിറ്റ് ചെയ്തോ. നമ്മുടെ വണ്ടിയുടെ വർക്കും കാര്യങ്ങളും കഴിഞ്ഞു. ഏകദേശം ഫുൾ വർക്ക് കഴിഞ്ഞു. ഫൈനലി ഞങ്ങൾ നാട്ടിലോട്ട് പോവാണ്. ഫൈനലി ഞങ്ങൾ നാട്ടിൽ പോയിട്ട് എന്താ പരിപാടി പ്രത്യേകം പറയണം, എടുത്ത് പറയണം. ഗൈസ് നോക്കും. ഞങ്ങൾ ഫൈനലി എന്തായാലും ഇന്ന് രാത്രി വീട്ടിലേക്ക് പോട്ടോ. നമ്മുടെ വണ്ടിയും അതുപോലെ തന്നെ എനിക്ക് ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ എനിക്ക് സഹായത്തിന് ഒരു ചേട്ടൻ ഞങ്ങൾക്ക് എറണാകുളത്ത് നിന്ന് വരാന്ന് പറഞ്ഞു. അപ്പൊ ഞാനും ചേട്ടനും കൂടെ സംസാരിച്ച് ഞങ്ങൾ വീട് വരെ ഞങ്ങൾ ഓടിച്ചു പോകും അല്ലേ. എന്റെ പൊന്നെ, ഇത് എന്ത് സാധനോടാ? ഇത് സബ്ബാ? ഇതാ സബ്ബാണോ അല്ലെ വോക്കൽ സ്പീക്കറോ? സബ്ബാ. ഇവര് കൊണ്ടുവന്നുണ്ട് ഇതാണ് സ്പീക്കർ. ഇത് എന്തിനു കൊണ്ടോ? വൈൻഡിങ്ങിന് വേണ്ടി കൊണ്ടുവന്നാ? ശരിയാക്കാൻ വേണ്ടി വന്നാ? ഗൈസ് നോക്കൂ. ഫൈനലി അങ്ങനെ നമ്മൾ ഈ കാണുന്ന കടയിലാണ് നമ്മുടെ പണിയെടുത്തത്. ഇനിയിപ്പോൾ പണി കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോകും കേട്ടോ. ഇനിയിപ്പോൾ വലിയ പരിപാടിയൊന്നുമില്ല. എല്ലാം സെറ്റിങ്ങും ഫോർമാറ്റിങ്ങും അതുപോലത്തെ പരിപാടിയൊക്കെ ഉള്ളൂ. അതോട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടികൾ ഏകദേശം കഴിഞ്ഞു കേട്ടോ. ഫൈനലി അങ്ങനെ നമ്മൾ സെറ്റ് വെച്ചതിൻ്റെ സ്പീക്കർ പിന്നെ ഇദ്ദേഹമാണ് നമ്മുടെ വണ്ടിയുടെ കാര്യങ്ങൾ ചെയ്തു തന്നെ. പേരെന്നാ? സുഖിൽ. പുള്ളിയാണ് നമ്മുടെ വണ്ടിയുടെ സെറ്റിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കത്ത്. വീട് എവിടെയാ? സുബിയാണ് സെറ്റും കാര്യം ചെയ്തത്. പൊക്കോട്ടെ, എവിടെയാലും വെച്ച് കാണാം ഇനി. ഓക്കെ. ചേട്ടന്മാര് കോഴിക്കോട് എന്നാ ഷോപ്പ് നോക്കൂ. വ്യാഴാഴ്ച ഈ വരുന്ന വ്യാഴാഴ്ച ചേട്ടന്മാരുടെ മാവൂരോട് ഷോപ്പ് ഓപ്പൺ ആവുന്നുണ്ട്. അപ്പൊ അതിന്റെ പരിപാടി അങ്ങോട്ട് വരില്ല. സമയം കിട്ടുവാണെങ്കിൽ ഞങ്ങൾ ഒരു ദിവസം ഇറങ്ങാം കേട്ടോ. ഗൈസ് നോക്കും. പിന്നെ അതുപോലെ നമ്മുടെ ഹോം തിയേറ്ററിലേക്കുള്ളൊരു പിന്നെ ഒരു ഇത് മേടിച്ചായിരുന്നു ഞങ്ങൾ ഇവിടുന്ന്. ഇതുണ്ട് ഈ കാണുന്ന നമ്മുടെ ഹോം തിയേറ്ററിലേക്ക് സബ്ബൊക്കെ സംഭവമാണ്. ഈ കാണുന്നത് നല്ല കിട്ടിലും വോക്കലും നല്ല കിട്ടിലും ഔട്ടും കേട്ടോ. ഇനിയിപ്പോൾ വണ്ടി ഞങ്ങൾ നേരെ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകും കേട്ടോ. ഗൈസ് നോക്കൂ. ഫൈനലി ലിവിന് ഈ കാണുന്ന സാധനം കൊണ്ട് നേരെ പോവാണ്. ഞങ്ങൾ നേരെ വർക്ക്ഷോപ്പ്. അതിന് മുമ്പായിട്ട് വണ്ടിയുടെ അപ്പോൾസറിക്ക് കുറച്ച് പരിപാടിയുണ്ട്. എഞ്ചിൻ കവർ അതുപോലത്തെ പരിപാടികൾ ചെയ്യാണ്ട്. അപ്പോൾ അത് ചെയ്യാനായിട്ട് നേരെ ആലുവ കഴിഞ്ഞ് നെടുമ്പാശ്ശേരി എയർപോർട്ടിന് അങ്ങോട്ട് പോകണം. അപ്പോൾ അത് ചെയ്യണം. അതിന് ശേഷം വേണം വർക്ക്ഷോപ്പിൽ പോകാൻ. 2 വണ്ടിയുടെ ഇതിൻ്റെയും പിന്നെ ബസ്സിൻ്റെയും പരിപാടി തീർത്തിട്ട് വേണം വീട്ടിലേക്ക് വണ്ടി ഇറക്കാം. ഇനിയും കുറച്ച് പരിപാടി ഉണ്ട് കേട്ടോ. അത് എത്ര എടുത്താലും തീരൂല. കാരണം ഇതിങ്ങനെ വീട് പോലെയാണ്. കാരണം അങ്ങനെ കുറേ പരിപാടികളുണ്ട് അല്ലേ. സ്വന്തം പാട്ട് പാടുന്നുണ്ട്, കോപ്പിറൈറ്റ് അടിക്കുന്നുള്ള പേടി പോലും വേണ്ട കേട്ടോ. അങ്ങനത്തെ ഒരു പേടി പോലും വേണ്ട. എന്തായാലും പരിപാടി ഏകദേശം കഴിഞ്ഞ് ഞാൻ വണ്ടി എടുക്കാം. പോക്കോട്ടെ. എന്ത് മറ്റേ ബീച്ചാട്ടാ കാണുന്നൊരു നിന്നെ എല്ലാ കാലം നോക്ക്. ഞങ്ങൾ പോവാട്ടോ.